കർത്താവായ യേശു മഷിഹായ്ക്ക് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഈ ലൈവിൽ ജോയിൻ ചെയ്യുന്ന, പിന്നീട് യൂട്യൂബിൽ ഞങ്ങളെ കാണുന്ന എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തൃത്വക്കാരെ വിഴുങ്ങുന്ന യഹോവ സാക്ഷികൾ അല്ലെങ്കിൽ യഹോവയുടെ സാക്ഷികളായി ബൈബിളിനെ മാറ്റി എഴുതിയ ഒരു ഏക സമൂഹമായി നിലനിൽക്കുന്ന ഈ ഒരു ഗ്രൂപ്പ്, അതിനെപ്പറ്റിയുള്ള ചർച്ചകളും അവരെങ്ങനെയാണ് ബൈബിളിനെ തിരുത്തി എഴുതിയത് എന്നുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്നു, ഇതിലുള്ള പല വിശ്വാസങ്ങളും ബൈബിൾ തിരുത്തി എഴുതിയിട്ടില്ലെങ്കിലും വിശ്വസിച്ചുകൊണ്ട് നടക്കുന്ന തൃത്വക്കാരുമുണ്ട്. നമ്മൾ ഈയിടെയായി കണ്ടുവരുന്ന ചില ദ്വിത്വക്കാരുമുണ്ട്. അതായത് ദൈവം രണ്ട് വ്യക്തികളാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരും പിന്നെ പലതര പഠിപ്പീരുകൾ ഉണ്ട്. എന്നാലും വചനത്തിൽ ഉള്ളത് വിശ്വസിക്കുക, അതായത് ദൈവത്തിന്റെ വെളിപ്പാട് പ്രവാചകന്മാരിൽ കൂടെയും അപ്പോസ്തലന്മാരിൽ കൂടെയും ദൈവം അടിസ്ഥാനമിട്ട ആ സുവിശേഷം, അത് എങ്ങനെയാണ് ഒരുവന് വിശ്വസിക്കുവാൻ സാധിക്കുക? വചനം എങ്ങനെ വെളിപ്പെടുത്തുന്നുവോ വചനത്തിൽ ഉള്ളത് ഓരോന്നും സത്യമാകുന്നു എന്നും അത് ആത്മാവുണ്ടെങ്കിൽ നമുക്ക് ഗ്രഹിപ്പാൻ സാധിക്കുമെന്നും ആത്മാവില്ലെങ്കിൽ നമുക്ക് അതിനെ കോട്ടിക്കളയുവാൻ അല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നാണ് നമ്മൾ ഈ വചനങ്ങളിൽ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ ആഗ്രഹിക്കുന്നത്. അതിൽ നമ്മൾ ആ ശൃംഖലയെ പിന്നെയും മുന്നോട്ട് കൊണ്ടുപോകുന്നു. കഴിഞ്ഞ വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു. വളരെ ഹൃദയത്തോടെ നന്ദി പറയുന്നു എല്ലാവർക്കും. വീഡിയോ കണ്ട ഓരോരുത്തർക്കും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയെ രേഖപ്പെടുത്തുന്നു. ഈ അന്ത്യനാളുകളിൽ സത്യസുവിശേഷത്തിലേക്ക് വരുവാൻ തക്കോണം കർത്താവായ യേശു നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ലൈവ് നമ്മൾ തുടരുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ ആഗ്രഹിക്കുന്ന ആദ്യ വചനം തീത്തോസിന് എഴുതിയ ലേഖനം, അതിൻ്റെ 2-ാമത്തെ വാക്യമാണ്. തീത്തോസിന് എഴുതിയ ഈ ലേഖനത്തിൽ നമ്മൾ കാണുന്നു, തീത്തോസിന് പൗലോസ് എഴുതുന്ന ലേഖനമാണല്ലോ ഇത്. അപ്പോൾ ഇതിനകത്ത് പൗലോസ് 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന് പ്രത്യക്ഷതയ്ക്കായിട്ട് ആയിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു എന്ന് ഒരു ആദ്യം ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾക്കാര് അവര് രണ്ട് വ്യക്തികളായി കാണാതെ എഴുതിയതാണ്. അപ്പം ഈ യഹോവ വിറ്റ്നസിന്റെ ബൈബിളിനകത്ത് നമ്മൾ കാണുന്നു മഹാദൈവത്തിന്റെയും നമ്മുടെ രക്ഷകനായും. പക്ഷെ നമ്മൾ ഇതിൽ നോക്കുമ്പോൾ, ഒറിജിനൽ ട്രാൻസ്ലേഷൻ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് വാക്യം ഗോഡ് ആൻഡ് സേവിയർ എന്നാണ് പറയുന്നത്. ഗ്രേറ്റ് ഗോഡ് ആൻഡ് സേവിയർ, യേശു രക്ഷിതാവുമാണ് ദൈവവുമാണ് എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. രണ്ട് ടൈറ്റിലായിട്ടാണ് അവിടെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കായി എന്നുള്ള ഗ്രീക്ക് വാക്യം ഉപയോഗിക്കുമ്പോൾ അതിന് ആൻഡ് എന്നുള്ള മീനിങ് മാത്രമല്ല, അതിന് ഗോഡ് ഈവൻ അവർ സേവിയർ എന്നും വരാം, ബോത്ത് ഗോഡ് ആൻഡ് അവർ സേവിയർ എന്നും വരാം. അപ്പൊ അത് കൺജക്ഷൻ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥങ്ങൾ വരുന്നത് അത് തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ക്രിസ്തു യേശു ദൈവം തന്നെയാണെന്നും ജഡത്തിൽ വെളിപ്പെട്ടത് ആ പുത്രത്വം എടുത്തത് നമ്മുടെ രക്ഷയ്ക്കായിട്ട് വേണ്ടിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ പുത്രത്വത്തെ മാറ്റിക്കളയുന്നില്ല, എന്നാലും നമ്മൾ വിശ്വസിക്കുന്നത് ദൈവമേകൻ മാത്രം, ആത്മാവ് മാത്രം എന്നാണ്. പക്ഷേ അവര് അതിനെ രണ്ടാക്കി. അപ്പൊ ഇംഗ്ലീഷിലും കാണുന്ന അത് തന്നെയാണ്. അപ്പൊ ആദ്യം തന്നെ ഞാൻ ബ്രദർ അബ്രഹാം കുട്ടിയോട് റിക്വസ്റ്റ് ചെയ്യുന്നു, ഇതിനെ ഈ വചനങ്ങളെ കണ്ടിട്ട് എന്താണ് അവർ വ്യത്യാസപ്പെടുത്തുവാൻ ആഗ്രഹിച്ചതെന്ന് നമുക്കൊന്ന് കാണാം. പ്രൈസ് ദി ലോർഡ്. പാനലിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ഈ ലൈവ് ശ്രവിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ ചില ദിവസങ്ങളായി
യഹോവ സാക്ഷികൾ അല്ലെങ്കിൽ JW എന്ന് പറയുന്ന അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ബൈബിൾ തിരുത്തി കുറച്ചുപേര് അത് വിശ്വസിക്കുകയും അവരുടെ കെണിയിലേക്ക് അനേകരെ ആകർഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടമാകുന്നു യഹോവ വിറ്റ്നസ് അല്ലെങ്കിൽ യഹോവ സാക്ഷികൾ എന്ന് മലയാളത്തിൽ പറയുമ്പോൾ, തീർച്ചയായിട്ടും നിങ്ങൾ ഏക സത്യ ദൈവത്തിലും യേശു ക്രിസ്തുവിലും വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, യഹോവ സാക്ഷികൾ അല്ലെങ്കിൽ JW എന്ന് പറയുന്ന യഹോവ വിറ്റ്നസ് ഒരു കൾട്ട് ഗ്രൂപ്പായിട്ട് നിങ്ങൾ കണ്ട് അവര് ബൈബിൾ അവരുടെ വിശ്വാസന അനുസരണമായിട്ട് തിരുത്തി മുഖം രക്ഷിക്കുവാൻ വേണ്ടി ശ്രമിച്ചാലും തീർച്ചയായിട്ടും അവരുടെ ഭോഷത്വം ലോകം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും അസ്ഥികളെയും ഫ്ലഷിനെയും അത് കടന്നു ചെല്ലുന്ന പവർഫുൾ വേർഡുകൾ, ദൈവത്തിന്റെ വചനങ്ങൾ മാറ്റി എഴുതി അവരുടെ ലാഭേച്ഛയ്ക്ക് വേണ്ടി ചിലരെ പറയുകയാണെങ്കിൽ അഗ്നിനരകത്തിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടരാണ് എന്ന് മനസ്സിലാക്കി തീർച്ചയായിട്ടും ഇവരുടെ ദുരുപദേശത്തിൽ നിങ്ങൾ കുടുങ്ങാതെ തീർച്ചയായിട്ടും ഈ കുടുക്കിൽ നിന്നും ഈ നുകത്തിൽ നിന്നും നിങ്ങൾ രക്ഷ പ്രാപിച്ച് തീർച്ചയായിട്ടും ഏകസത്യ ദൈവത്തെ അറിയുവാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നത് തീത്തോസ് ടൈറ്റസ് ചാപ്റ്റർ 2 അതിന്റെ 11, 12, 13 ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിക്കാൻ പോകുന്നു. ഫോർ ദ ഗ്രേസ് ഓഫ് ഗോഡ് ദാറ്റ് ബ്രിംഗ് സാൽവേഷൻ ഹാത്ത് അപ്പിയർഡ് ടു ഓൾ മെൻ. അപ്പം ദൈവത്തിന്റെ കൃപയാകുന്നു ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ടത്. അത് ഓൾ മെൻ, അത് വൈറ്റ് ഹൗസിൽ ഇരിക്കുന്ന ജോൺ ബിഡൻ മുതൽ ഏതെങ്കിലും പാലത്തിന്റെ കീഴിൽ ഉറങ്ങുന്ന മനുഷ്യനായിട്ടുള്ള ഒരു വ്യക്തി, ആമസോൺ വനാന്തരങ്ങളിൽ ആയിരിക്കുന്നവരും ആൻഡമാൻ നിക്കോബറിലായിരിക്കുന്ന ജാതികളായിരിക്കുന്ന ഉടുതുണി പോലും ഇല്ലാതിരിക്കുന്ന ഒരു മനുഷ്യന്റെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് ദൈവത്തിന്റെ കൃപയാൽ യേശു ക്രിസ്തു ലോകത്തിൽ വെളിപ്പെട്ടത്. അപ്പോൾ അതിന്റെ 13-ാം വാക്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലുക്കിംഗ് ഫോർ ദാറ്റ് ബ്ലെസ്ഡ് ഹോപ്പ് ആൻഡ് ദ ഗ്ലോറിയസ് അപ്പിയറിംഗ് ഓഫ് ദ ഗ്രേറ്റ് ഗോഡ് ആൻഡ് അവർ സേവിയർ ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ഇവിടെ പറയുന്നത് പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് ടൈറ്റസിനോട് എഴുതുമ്പോൾ പറയുന്നതാണ്, നമുക്കൊരു പ്രത്യാശ ഉള്ളത്. ആ പ്രത്യാശയിലേക്ക് നോക്കി പാർക്കാണ്. എന്താണ്? യേശു ക്രിസ്തുവിന്റെ ആ ഗ്ലോറിയസ് അപ്പിയറിംഗ്, ആ മഹത്വ പ്രത്യക്ഷയ്ക്ക് വേണ്ടി നോക്കിയിരിക്കുന്നു. അവൻ ആരാകുന്നു? അവൻ ഗ്രേറ്റ് ഗോഡ് ആൻഡ് അവർ സേവിയർ, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു ആകുന്നു എന്ന് വളരെ വ്യക്തമായി പറയുന്നു. മഹാദൈവത്തെ നമ്മൾ പഴയ നിയമത്തിലാണ് കാണുന്നത്. ആ മഹാദൈവത്തെ കുറിച്ച് യെശയ്യാപ്രവചനം 44-ന്റെ 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു, Thus said the Lord, the King of Israel, and his Redeemer, the Lord of hosts. LORD അവിടെ കൊടുത്തിരിക്കുന്നത്, ക്യാപിറ്റൽ ലോർഡ് കൊടുത്തിരിക്കുന്നത് യഹോവയെ കുറിച്ചാണ്. I am the first, I am the last, and beside me there is no God. ഞാനാണ് ആദ്യൻ, ഞാനാണ് അന്ത്യൻ, എന്റെ സൈഡിൽ ഒരു ദൈവമില്ല എന്ന് പഴയ നിയമത്തിൽ യഹോവ പറയുമ്പോൾ, ഇവിടെ പുതിയ നിയമത്തിൽ പൗലോസ് ടൈറ്റസോട് പറയാണ്, നമ്മുടെ പ്രത്യാശയായിട്ടിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത അവൻ മഹാദൈവവും രക്ഷിതാവുമാണ്. വേറെ അതിന്റെ 44:8 പറയുമ്പോൾ, ആശാചാട്ടം പറയുമ്പോൾ,
fear ye not, neither be afraid. Have not I told thee from that time, and have declared it? You are even my witnesses. Is there a God beside me? Yeah, there is no God. I know not any. Praise the Lord. അപ്പോൾ ഉൽപ്പത്തി മുതൽ മലാക്കി വരെ പറയുന്ന ആ യഹോവയായ ദൈവം പറയുന്നു, ഞാൻ ഒരു ദൈവത്തെ അറിയുന്നില്ല, എന്റെ സൈഡിൽ ഒരു ദൈവമില്ല എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത്, ടൈറ്റസിൽ പറയുന്നത്, നമ്മൾ നോക്കി പാർക്കുന്ന പ്രത്യാശയായ ദൈവം മഹാദൈവമാണ്. ആ ദൈവമാരാണ്? അവൻ സേവിയർ ആകുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ആക്സ് 4:12 പറയുന്നു, മറ്റൊരുത്തൻ രക്ഷയില്ല, ഒറ്റ രക്ഷകനെ നമുക്കുള്ളൂ, അത് യേശു ക്രിസ്തു ആകുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നമുക്ക് ഇവിടെ ജനിച്ചിരിക്കുന്നു. അപ്പോൾ പഴയ നിയമത്തിലെ യഹോവയുടെ സൈഡിലോ വശത്തോ അവന്റെ മുമ്പിലോ പുറകിലോ അവനൊരു ദൈവത്തെ അറിയാത്തത് കൊണ്ട് മഹാദൈവമായിട്ട് പുതിയ നിയമത്തിൽ വിവരിച്ചിരിക്കുന്നത് യേശു ക്രിസ്തു ആവുമ്പോൾ ആ യേശു ക്രിസ്തുവിനെ വെറും രണ്ടാം കിടയിൽ ജൂനിയർ ഗോഡായിട്ട് വരച്ചു കാണിക്കുന്ന JW എന്ന് പറയുന്ന ഈ കട്ടുകാരെ, ഈ ഉപദേശക്കാരെ നിങ്ങൾ മനസ്സിലാക്കി ഇവരുടെ ചതിക്കുഴിയിൽ നിങ്ങൾ ആയിത്തീരാൻ പാടില്ല. അവര് ദൈവത്തെയും യേശു ക്രിസ്തുവിനെയും രണ്ടായിട്ട് കാണിക്കുവാൻ അവിടെ താല്പര്യപ്പെടുകയാണ്. മഹാദൈവത്തിന്റെയും രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ തേജോമമായ വെളിപ്പെടല്. ഇതൊന്നും ബൈബിളിലുള്ള കാര്യമല്ല. ഇവിടെ ഏതോ എന്താ പറയുന്നത്, ഇൻസെയിൻ, അതായത് വട്ടുപിടിച്ചെന്ന് മലയാളത്തിൽ പറയും. അതായത് നല്ല ബുദ്ധിയിൽ വന്നതല്ല, പിന്നെയോ ലൂസിഫറിന്റെ പ്രേരണയാൽ ദൈവത്തിൽ നിന്നുള്ള, ഏക ദൈവത്തിൽ നിന്നുള്ള മനുഷ്യരെ വ്യത്യാസപ്പെടുത്തുവാൻ വേണ്ടി എഴുതി കൂട്ടിയ വാക്യങ്ങളാണ് ഈ JWയിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ തീർച്ചയായിട്ടും വിശ്വസിക്കുക. നമ്മുടെ മഹാദൈവം എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലെ യഹോവ തന്നെ പുതിയ നിയമത്തിലെ പൗലോസ് ടൈറ്റസോട് പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും മഹാദൈവമാരാണ്? അവർ ജീസസ് ക്രൈസ്റ്റ് ഈസ് എ ഗ്രേറ്റ് ഗോഡ്, വൈസ് ഗോഡ്, എറ്റേണൽ ഗോഡ്, ട്രൂ ഗോഡ്. എല്ലാം ഒറ്റ ഒരു വ്യക്തിയെ കുറിച്ച് പുതിയ നിയമത്തിൽ പറയുന്നത് യേശു ക്രിസ്തു എന്ന ദൈവമാണ്. ഈസ് ദ ആൽഫ, ഈസ് ദ ഒമേഗ, ഈസ് ദ ഫസ്റ്റ്, ഈസ് ദ ലാസ്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വാക്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും നല്ല ഒരു ക്രിസ്ത്യാനിയായിട്ട് ഏകസത്യ ദൈവത്തിൽ വിശ്വസിച്ച് നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതം മുമ്പോട്ട് പോകാൻ വേണ്ടി നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും JW അല്ലെങ്കിൽ യഹോവ വിറ്റ്നസ് എന്ന് പറയുന്നത് തന്നെ ആപ്റ്റായിട്ടുള്ള കാര്യമല്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ആത്മാവില്ല. ആത്മാവ്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്നെ കുറിച്ച് സാക്ഷികളാണ് യേശു ക്രിസ്തു പറയുമ്പോൾ ഒരു പരിശുദ്ധാത്മാവുള്ള വ്യക്തി പറയേണ്ടത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യമാണ്. അപ്പോൾ യഹോവയെ കുറിച്ചുള്ള സാക്ഷ്യം പറയുമ്പോൾ പത്രോസ് പറയുന്നു, മറ്റൊരുത്തിൽ രക്ഷയില്ല. അപ്പൊ രക്ഷയ്ക്കുള്ള ഒറ്റ നാമം അത് യേശു ക്രിസ്തു ആണെന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ ഈ ദുരുപദേശത്തിൽ നിങ്ങൾ കുടുങ്ങാതെ ഇവരുടെ മുഖത്തെ പൊട്ടിച്ചുകൊണ്ട് ആ ലൂസിഫറിന്റെ ആത്മാവിൽ നിന്ന് നിങ്ങൾ വെളിയിൽ വരിക. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തുവിന്റെ സുവിശേഷം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഒരുവൻ പുത്രനെ അറിഞ്ഞാൽ അത് യേശു ക്രിസ്തു ആണ്. നിങ്ങൾ ഇൻഡീഡ് യു ആർ ഫ്രീ. നിങ്ങൾ യേശു ക്രിസ്തുവിനെ അറിയുമ്പോൾ തീർച്ചയായും നിങ്ങൾ സ്വതന്ത്രരായി തീരും എന്ന് ഓർപ്പിക്കുന്നു. പ്രൈസ് ലോർഡ്. താങ്ക് യു പാസ്റ്റർ. അപ്പം അവിടെ കേട്ടതുപോലെ രണ്ട് വ്യക്തികളല്ല, ഒരു വ്യക്തിയെ പറ്റിയാണ് പറയുന്നത്. അപ്പം അവിടെ ഒരു തിരിച്ചുവരവിന്റെ കാര്യമാണ് പറയുന്നത്. തിരിച്ചു വരുമ്പോൾ രണ്ടുപേരാണോ തിരിച്ചു വരുന്നത്? പാസ്റ്റർ ജോസ് ഇനി മുന്നോട്ട് പറയുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പാനലിലുള്ള കർത്താവിന്റെ വലിയ ദാസന്മാർക്കും ഞങ്ങളെ കേൾക്കുന്നവരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. തീത്തോസ് 2-ാമത്തെ അധ്യായത്തിൽ യഹോവയുടെ സാക്ഷികൾ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ബൈബിളിൽ അതിന്റെ 12-ാമത്തെ വാക്യത്തിന്റെ ഏറ്റവും കാതലായ ഭാഗമായി ലോകത്തിലുള്ള എല്ലാ ക്രിസ്തീയ സഭകളും വിശ്വസിക്കുന്നത് ഒരു ദൈവത്തിന്റെ പ്രത്യക്ഷതയെ കുറിച്ചാണ്. അതായത് ബൈബിൾ എഴുതിയിരിക്കുന്ന മഹാദൈവവും നമ്മുടെ കർത്താവുമായി യേശു ക്രിസ്തു, അതായത് ദൈവത്തിന്റെ മറ്റൊരു പ്രത്യേകത, രക്ഷിതാവ് കൂടിയാണ് ഈ വരുന്ന ദൈവം എന്ന് വെച്ചാൽ യഹോവ രക്ഷിക്കുന്നു എന്ന്
യെശയ്യാ പ്രവചനം 25:9 പറയുന്ന, യെശയ്യാ 12:2 പറയുന്ന രക്ഷിതാവായി വെളിപ്പെടുന്ന പഴയ നിയമത്തിലെ യഹോവ അവന്റെ രക്ഷിത വേല പൂർത്തിയായതിനു ശേഷം തന്റെ രക്ഷിത ഗണത്തെ വാനമേഘങ്ങളിൽ ചേർക്കാൻ വേണ്ടി വരുന്ന കാര്യത്തെക്കുറിച്ചാണ് ദൈവത്തിന്റെ ദാസനായ തീത്തോസിന് അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത്. അതിൽ എഴുതിയിരിക്കുന്നത് മഹാദൈവവും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ യഹോവ വിറ്റ്നസിന്റെ ബൈബിളിൽ അവർ എഴുതിയിട്ടുള്ളത് ഒന്ന് മഹാദൈവവും രണ്ട് രക്ഷകനായ യേശു ക്രിസ്തുവിന്റെയും തേജോമയമായ വെളിപ്പെടൽ. അപ്പോ വിൽസം ബ്രദർ സൂചിപ്പിച്ചതുപോലെ അവരുടെ ബൈബിളിൽ പ്രകാരം നോക്കിയാൽ രണ്ടുപേര് പ്രത്യക്ഷമാകണം. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ഒരു ദൈവം ഒരുവനെ പ്രത്യക്ഷമാകുന്നുള്ളൂ. വീണ്ടെടുപ്പുകാരനായിട്ട് പ്രത്യക്ഷനായവൻ തന്നെയാണ് വീണ്ടെടുത്തവനെ ചേർക്കുന്നത്. എബ്രായ ലേഖനം 9:27 നാം വായിക്കുന്നത് തനിക്കായി കാത്തിരിക്കുന്നവരെ ചേർക്കാൻ അവൻ രണ്ടാമതും പ്രത്യക്ഷമാകും. ആര്? യേശു ക്രിസ്തു പ്രത്യക്ഷമാകും എന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പോൾ ബൈബിളിൽ ഇണവാക്യങ്ങൾ ഇല്ലാത്ത അപൂർവം വചനങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതിന്റെ അർത്ഥം ആ വാക്യങ്ങൾക്ക് ഇണവാക്യങ്ങൾ ഇല്ല എന്നുള്ളതല്ല. അതിന്റെ കോണ്ടെക്സ്റ്റ് ഒരു ഇണവാക്യത്തിന്റെ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇണവാക്യം എന്ന് പറയാൻ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇണവാക്യം ആയിരിക്കത്തില്ല, അതിന്റെ ഒരു ആത്മീയമായ ഇണവാക്യമായിരിക്കും. എന്ന് വെച്ചാൽ മത്തായി 28:19 ഇണവാക്യം ഇല്ലേ എന്ന് ചോദിച്ചാൽ മത്തായി 28:19 ഇണവാക്യമാണ്. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 38-ാമത്തെ വാക്യം. കാരണം അതിന്റെ റെവലേഷനാണ്, വെളിപ്പാടാണ്. അപ്പോൾ യാതൊരുവിധ വെളിപ്പാടുമില്ലാതെ ദൈവത്തിൽ നിന്ന് ഒന്നും ലഭിക്കാതെ ബുദ്ധിയുടെ പ്രമാണം കൊണ്ട് തങ്ങൾക്ക് വേണ്ടി ഒരു സമൂഹത്തെ പടച്ചുണ്ടാക്കാൻ വേണ്ടി ബൈബിളിലെ ഏറ്റവും പരിശുദ്ധാത്മ നിവേശിതമായ വചനങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെയും യേശുക്രിസ്തു തന്നെയാണ് പഴയ നിയമത്തിലെ യഹോവ എന്ന് വെളിപ്പെടുത്തുന്നതുമായ മാർമിക സത്യങ്ങൾ എവിടെയെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം ഈ മഹാദൈവമായി വെളിപ്പെടുന്ന യേശുക്രിസ്തുവിനെ കേവലം ഒരു മനുഷ്യനോ ഈ യഹോവ എന്ന ദൈവത്തിന്റെ സൃഷ്ടിയോ മാത്രമാക്കി ചുരുക്കുക എന്നുള്ള ബോധപൂർവവും കുറ്റകരവുമായ ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് യഹോവയുടെ വിറ്റ്നസ് ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ എന്ന പേരിൽ ഒരു ബൈബിൾ ഇറക്കിയിട്ടുള്ളത്. അവരുടെ സമൂഹത്തിന്റെ ബൈബിൾ പൊതുവിൽ മറ്റ് പുറത്തുള്ളവരാരും വാങ്ങാറില്ല. തന്നെയല്ല അത് ലഭിക്കുന്നതും ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ പോലെ OM ബുക്സ് പോലുള്ള സ്ഥാപനങ്ങൾ ലഭിക്കാറില്ല. കാരണം അവരും ഇതിപ്പോ വയ്ക്കാത്തതിന് കാരണം എന്തിനെ ഇതുകൂടെ വെച്ചിട്ട് അവർ നിമിത്തം ആരെങ്കിലുമൊക്കെ ഇടറിപ്പോകണം എന്ന് വിചാരിച്ച് പോകാതിരിക്കട്ടെ എന്നോർത്ത് അവരിത് വയ്ക്കാറില്ല. എന്നാൽ യഹോവയുടെ സാക്ഷികളുടെ സോഴ്സിൽ നിന്നോ ഇന്റർനെറ്റിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ സുഹൃബന്ധത്തിൽ നിന്നോ അല്ലാതെ നമുക്ക് ഇത്തരം കപടമായി തിരുത്തി എഴുതിയ ബൈബിൾ കിട്ടാൻ സാധിക്കുകയുള്ളൂ. ഇവരുടെ ബൈബിളിൽ ഇവര് ഉദ്ദേശിക്കുന്ന ഒരു സ്ഥാനം യഹോവ എന്നൊരു സർവശക്തനായ ഒരു ദൈവവും പിന്നെ യഹോവയുടെ ആദ്യ സൃഷ്ടിയായി ഒരു മനുഷ്യനും, ആ മനുഷ്യനാണ് രക്ഷിതാവായ യേശുക്രിസ്തു. രക്ഷിതാവായ യേശുക്രിസ്തു യഹോവയല്ല, എന്നാൽ ഒരു വീണ്ടെടുപ്പുകാരൻ എന്നുള്ള നിലയിൽ ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് സത്യവചനത്തിനും സത്യദൈവത്തിന്റെ പ്രമാണങ്ങൾക്കും തീർത്തും നിരക്കാത്തതും ദൈവരാജ്യത്തിൽ വലിയ ശിക്ഷയ്ക്ക് ന്യായവിധിയിൽ മനുഷ്യനെ എത്തിക്കുന്നതുമാകുന്ന ഗുരുതരമായ പാപമാണ് ബൈബിളിലെ വചനങ്ങളെ തിരുത്തുക എന്നുള്ളത്. എന്നാൽ നമുക്കറിയാം പല വേദഭാഗങ്ങളിലും ചെറിയ ചെറിയ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകൾ ഉണ്ടാവാറുണ്ട്. ബൈബിളിലെ ഇംഗ്ലീഷും മലയാളം ബൈബിളുമായിട്ട് നമ്മൾ KJVയുടെ ട്രാൻസ്ലേഷനായ സത്യവേദ പുസ്തകം പരിശോധിച്ചാലും ബോധപൂർവമല്ലാത്ത ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. എന്നാൽ അവിടെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന വാക്യത്തിന് അർത്ഥതലത്തിൽ മൂല്യശോഷണം സംഭവിക്കുന്നുണ്ട് അത്രമാത്രം അങ്ങനെ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് വരുമ്പോൾ. എന്നാൽ അവ ഒരിക്കലും ബോധപൂർവമായിട്ടുള്ളതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ യഹോവയുടെ സാക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവർ ബോധപൂർവമായി തികച്ചും വിൽഫുള്ളി പർപ്പസ്ഫുള്ളിയാണ് അവർ ദൈവവചനത്തെ ഇത്തരത്തിൽ കോട്ടിമാട്ടി അനേകരെ അഗ്നി നരകത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഈ
യഹോവയുടെ സാക്ഷികളുടെ ചതിക്കുഴികളെന്നും തിരുത്തക്കാരെ വിഴുങ്ങുന്ന യഹോവയുടെ സാക്ഷികൾ എന്ന പേരിലും ഞങ്ങൾ കഴിഞ്ഞ 4 ആഴ്ചകൾ പിന്നിട്ട് 5ാമത്തെ ആഴ്ചയിൽ ഞങ്ങൾ ഈ വിഷയം വീണ്ടും ചർച്ചയ്ക്കെടുക്കുമ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ പാത്തും പതുങ്ങിയും രണ്ടുപേരായി ഈ രാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് വരുന്നവരെ ജാഗ്രതയോടെ നിങ്ങൾ സമീപിക്കണമെന്നും ഈ ചതിക്കുഴിയിൽ നിങ്ങൾ വീഴരുത് എന്നും കൂടി ഉൾപ്പെടുത്തിയാണ് ഞങ്ങൾ ഈ കാര്യം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. രണ്ടാമതൊരു കാര്യം, യഹോവയുടെ സാക്ഷികൾ എന്ന് പറയുന്ന ഈ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ദൈവമേ ഉള്ളൂ, അത് യഹോവയാണ്. എന്നാൽ കത്തോലിക്ക മുതൽ പെന്റക്കോസ്റ്റ്, ബ്രദറൻ, ബാപ്റ്റിസ്റ്റ് തുടങ്ങിയുള്ള എല്ലാ പട്ടത്ത വേർപാട് പ്രൊട്ടസ്റ്റന്റ് സഭകൾക്കും അവരുടെ ദൈവം 3 ദൈവങ്ങളാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 ഈക്വൽ ദൈവമാണ്. യഹോവയുടെ സാക്ഷികൾക്ക് തത്വത്തിൽ ഒരു ദൈവമേ ഉള്ളൂ. എന്നാൽ വാദങ്ങൾ അവരുടെ മുമ്പാകെ ഏകദൈവ വിശ്വാസികൾ ഉയർത്തുമ്പോൾ യേശു ക്രിസ്തുവിനെ അവർ ഒരു മിനി ദൈവമായി, ഗോഡ് എന്നുള്ള പദത്തിലേക്ക്, അവനും ഒരു ദൈവമായിരുന്നു എന്ന് പറയും. ഒരു ദൈവമുള്ളൂ എന്ന് പറയുന്നവർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു ദൈവം കൂടെ അവർക്കുണ്ട്, എന്നാൽ അത് മൈറ്റി ഗോഡ് അല്ല, മിനി ഗോഡാണെന്ന് പറയും. അപ്പൊ മൈറ്റി ഗോഡ് മിനി ഗോഡും സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ട് പെന്റക്കോസ്തുകാരുടെ അടുക്കിലേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും സംഗതി ആകെ താളം തെറ്റും. കാരണം പെന്റക്കോസ്തുകാർക്ക് ഒരിക്കലും 3 ദൈവങ്ങൾ ഉള്ള ഒരു ദൈവത്തെ പഴയ നിയമത്തിൽ നിന്നോ പുതിയ നിയമത്തിൽ നിന്നോ സ്ഥാപിക്കുവാൻ വകയില്ലാത്തത് കൊണ്ട് യഹോവയുടെ സാക്ഷികൾ എന്ന് പറയുന്ന ഈ ദുരുപദേശങ്ങളുടെ മുമ്പാകെ തൃത്വവിശ്വാസികൾ വീണു പോകും. അതുകൊണ്ട് ഞങ്ങൾ ഇട്ടിരിക്കുന്ന ടൈറ്റിൽ തന്നെ വളരെ ആപ്റ്റാണ്, തൃത്വക്കാരെ വിഴുങ്ങുന്ന യഹോവയുടെ സാക്ഷികൾ എന്നുള്ളത്. എന്നാൽ ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയുവാൻ കഴിയും, ഏക സത്യദൈവമായ യേശു ക്രിസ്തുവിൽ പഴയ നിയമത്തിൽ ഉൽപ്പത്തി മുതൽ മലാഖി വരെയും പ്രവാചകന്മാരിലൂടെയും സങ്കീർത്തകന്മാരുടെയും ന്യായപ്രമാണത്തിലും സംസാരിക്കുകയും വെളിപ്പെട്ടു വരികയും ചെയ്ത് അബ്രാഹാമിന് മാമ്രയുടെ തോപ്പിൽ പ്രത്യക്ഷനായ, ഹോറേ പർവ്വതത്തിൽ മോശയ്ക്ക് പ്രത്യക്ഷനായ, ഏദൻ പറുദീസയിൽ ഒരു ജഡത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ പിതാവായ ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ചവൻ അല്ലെങ്കിൽ തന്നെയാണ് വീണ്ടെടുപ്പുകാരനായി വരുന്നത് എന്നുള്ളതാണ് പഴയ നിയമം മുന്നോട്ട് വയ്ക്കുന്ന രക്ഷ. പഴയ നിയമത്തിലെ യഹോവ വീണ്ടെടുപ്പുകാരനായി പ്രത്യക്ഷമാകുന്നു എന്നുമാണ് പഴയ നിയമത്തിന്റെ ഇതിവൃത്തം, അല്ലെങ്കിൽ അതിന്റെ ടോട്ടൽ കണ്ടന്റ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പഴയ നിയമം മുഴുവൻ സംസാരിക്കുന്നത് ഒരു മെസ്സിയെ കുറിച്ചാണ്. ആ മെസ്സിക എന്ന് പറയുന്നത് യെശയ്യാ 9:6 പ്രകാരം ജഡത്തിൽ പ്രത്യക്ഷമാകുന്ന മഹാദൈവമാണ്, ഗ്രേറ്റ് ഗോഡാണ്. അവന് അവസാനമോ ആദ്യമില്ലാതെ അവൻ എന്നേക്കും നിത്യനായ പിതാവുമാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ ബൈബിളിലെ യഥാർത്ഥ തിരുവെഴുത്തുകളുടെ അസ്തിത്വത്തെ ചോർത്തിക്കളഞ്ഞുകൊണ്ട് ഒരു പുതിയ ഇസം സ്ഥാപിക്കാൻ വേണ്ടി യഹോവയുടെ സാക്ഷികൾ എന്ന വിഭാഗം ഉണ്ടാക്കിയിട്ടുള്ള ഈ ചതിയിൽ നിങ്ങൾ വീണു പോകരുത് എന്നുകൂടി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ബൈബിളിന്റെ എല്ലാ വേർഷനുകളും, ഗ്രീക്ക് മാനുസ്ക്രിപ്റ്റ് എടുത്താലും ഇന്റർലീനിയർ എടുത്തു കഴിഞ്ഞാലും അവിടെയെല്ലാം ഇവിടെ ഗ്രേറ്റ് ഗോഡ് ആൻഡ് സേവിയർ എന്ന് ഒറ്റ വാക്യത്തിൽ പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് 2 വിശേഷണങ്ങൾ പറയാണ്. ഹീസ് ഗ്രേറ്റ് ഗോഡ് ആസ് വെൽ ആസ് ദ സേവിയർ എന്നാണ്. എന്നാൽ യഹോവയുടെ സാക്ഷികളുടെ അടുക്കിലേക്ക് വരുമ്പോൾ ഈ വചനത്തെ മഹാദൈവവും രക്ഷിതാവും എന്ന 2 പേർ പ്രത്യക്ഷമാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര ഗുരുതരമായ ട്രാൻസ്ലേഷൻ ലംഘനമാണ് ചെയ്തിട്ടുള്ളത്. ഇത് അറിവില്ലായ്മ കൊണ്ടല്ല, ബോധപൂർവമായതുകൊണ്ട് ഈ യുഗത്തിലും വരുവാനിരിക്കുന്ന യുഗത്തിലും ക്ഷമിക്കപ്പെടാത്ത പാപമായിട്ട് വേണം അതിനെ പരിഗണിക്കാൻ എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. അപ്പോൾ ഇനിയും ഇംഗ്ലീഷിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് സൈമൺ സംസാരിക്കുന്നതായിരിക്കും. നമ്മൾ ഈ കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട്, യു വിൽ സീ ദ സൺ ഓഫ് മാൻ കമ്മിങ് ഇൻ ദ ഗ്രേറ്റ് ഗ്ലോറി ഓഫ് ദ ഫാദർ ആൻഡ് വിത്ത് ഹിസ് ഏഞ്ചൽസ് എന്ന് പറയുന്നുണ്ട്. അപ്പം കർത്താവായ യേശു ക്രിസ്തു വരുന്നത് പിതാവിന്റെ മഹത്വത്തിലാണ് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പം അതും ഈ വചനവും കൂടെ വെച്ച് നോക്കുമ്പം എങ്ങനെയായിരിക്കും നമ്മൾ അതിനെ കാണുന്നത്? പ്രൈസ് ദി ലോർഡ്. ഈ ടൈറ്റസ് 2:13 നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുവാണെങ്കിൽ അവരുടെ വെർഷനും യഥാർത്ഥ ബൈബിളിന്റെ വെർഷനും കൂടെ നമ്മൾ നോക്കുവാണെങ്കിൽ, ലുക്കിംഗ് ഫോർ ദാറ്റ് ബ്ലെസ്സഡ് ഹോപ്പ് ആൻഡ് ദ ഗ്ലോറിയസ് അപ്പിയറിംഗ് ഓഫ് ദ ഗ്രേറ്റ് ഗോഡ്
ആൻഡ് അവർ സേവിയർ ജീസസ് ക്രൈസ്റ്റ്. അപ്പം ഇവരുടെ ആ കോൺസെപ്റ്റിനകത്ത് നമ്മൾക്കൊന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇവർക്ക് എങ്ങനെയെങ്കിലും ഇതിനെ രണ്ടാക്കി തീർക്കണമെങ്കിൽ ഗ്ലോറിയസ് അപ്പിയറൻസ് ഓഫ് ദ ഗ്രേറ്റ് ഗോഡ് ആൻഡ് അവർ സേവിയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സേവിയറും ഗോഡും രണ്ടും ആക്കണം. ആ സേവിയറും ഗോഡിനെ രണ്ടാക്കി കഴിഞ്ഞാല് ജീസസ് ക്രൈസ്റ്റ് രണ്ടാമത്തെ വ്യക്തിയായി തീരത്തുള്ളൂ ഇവരുടെ പ്രകാരം. അതുകൊണ്ട് നമ്മൾ അവരുടെ വെർഷൻ നോക്കുമ്പോഴത്തേക്ക് അവരെന്തോ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, while we wait for the happy hope and glorious manifestation of the great God and of our Savior Jesus Christ എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രേറ്റ് ഗോഡും മാനിഫെസ്റ്റ് ചെയ്യണം, ഗ്ലോറിയസ് മാനിഫെസ്റ്റേഷൻ നടക്കണം. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബൈബിളിനകത്ത് വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് തിമോത്തി 3:16 വായിക്കുമ്പോഴത്തേക്ക് എന്തുവാ, ആൻഡ് വിതൗട്ട് കോൺട്രവേഴ്സി ഗ്രേറ്റ് ഈസ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്, ഗോഡ് വാസ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്. അപ്പം ഗോഡ് ഓൾറെഡി മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ. ഗോഡ് വാസ് ഓൾറെഡി മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്. അപ്പം പിന്നെ എന്തോ ഒരു ഹോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി പിന്നെയും വന്നിട്ട് പിന്നെ മാനിഫെസ്റ്റ് ചെയ്യുമെന്നാണ് അവർ വിചാരിക്കും. ഇല്ല. അപ്പൊ അവർക്ക് ഈ അപ്പിയറൻസിനെ എങ്ങനെയെങ്കിലും മാനിഫെസ്റ്റേഷൻ അവരാക്കി മാറ്റി. ഓക്കെ, അപ്പൊ മാനിഫെസ്റ്റേഷൻ ഓൾറെഡി ആയി കഴിഞ്ഞു. അപ്പൊ അവര് ഇത് പ്രൊഫസി അല്ലാതായി തീരുക, പ്രൊഫസീനെ അവർ മാറ്റിയിട്ട് എങ്ങാണ്ട് മാനിഫെസ്റ്റേഷന്റെ രീതിയിലാക്കുക. അപ്പം ഈ ഒരു ഇതിനെ നമുക്കൊന്ന് ക്ലിയർലി അനലൈസ് ചെയ്യുവാണെങ്കിൽ ഇവിടെ നമ്മൾ ഒരു സെക്കൻഡിലേക്ക് വിചാരിക്കാൻ ഗ്രേറ്റ് ഗോഡും സേവിയറും രണ്ട് വ്യക്തിയാണെന്ന് നമുക്ക് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ ഐസയ 43:11 വായിക്കുമ്പോഴത്തേക്ക് I am the Lord and beside me there is no savior. അപ്പൊ ഈ വരുമ്പോ ഗ്ലോറിയസ് അപ്പിയറൻസിനകത്താണെങ്കിൽ ഗോഡും സേവിയറും രണ്ട് വ്യക്തിയാവാൻ സാധ്യതയില്ല. എന്താന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് പറയുന്നത് കഴിഞ്ഞാൽ ലോർഡ് ആൻഡ് ബിസൈഡ് മീ ദർ ഈസ് നോ സേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വ്യക്തിയെ പറ്റി തന്നെയാണ് പറയുന്നത്. ഈ ഗ്ലോറിയസ് അപ്പിയറൻസ് ഉള്ളത് ഒരു വ്യക്തിയാണ്. എന്താന്ന് പറഞ്ഞാൽ സേവിയറും ലോർഡും രണ്ടല്ല, ഒന്ന് തന്നെയാണെന്ന് ആ ബൈബിൾ വഴി. അപ്പൊ നമ്മൾ ഒരു സെക്കൻഡിലേക്ക് നമുക്ക് നോക്കാം, ഓക്കെ, ഗ്ലോറിയസ് അപ്പിയറൻസ് ഓഫ് ഗോഡ്, വേറെ ഒരു ഗോഡിനെ നമ്മൾ കാണുന്നു, പിന്നെ സേവിയർ ആയിട്ട് ജീസസ് ക്രൈസ്റ്റിനെ നമ്മൾ കാണുമ്പോഴത്തേക്ക് ബൈബിൾ അപ്പൊ എന്നാലും പറയുന്ന ഒരു കാര്യമുണ്ട്. ഫസ്റ്റ് ജോൺ 4:12 പറയുന്നത് നോ മാൻ ഹാഡ് സീൻ ഗോഡ് അറ്റ് എനി ടൈം. ഓക്കെ, അപ്പൊ ഗോഡിനെ ഒരാളും ഒരു സമയത്തും കണ്ടിട്ടില്ല. ഓക്കെ, എന്നാ കണ്ടിട്ടില്ലെങ്കിൽ ഭാവിയിൽ കാണാതിരിക്കും, അങ്ങനെ ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. ഭാവിയിൽ കാണുന്ന കാര്യമല്ല ഇത് പറയുന്നത്. അപ്പൊ അതും കൂടെ നമുക്കൊന്ന് നോക്കാം, ഭാവിയിൽ കാണാൻ നോക്കുക എന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കാം. അത് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തിമോത്തി 6:16 പറയുന്നത് ഹു നോ മാൻ ഹാഡ് സീൻ നോർ ക്യാൻ സീ. അപ്പൊ ആർക്കും കാണാനും ഒക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ, ഹു ഓൺലി ഹാഡ് ഇമ്മോർട്ടാലിറ്റി dwelling in the light which no man can see can approach unto. അപ്പൊ ഒരു ലൈറ്റ് ആണ്, ആ ലൈറ്റിലോട്ട് ആർക്കും അപ്പിയർ ചെയ്യാനൊക്കത്തില്ല, ആർക്കും കാണാനും ഒക്കത്തില്ല, കാണത്തുമില്ല. അപ്പൊ ഈ പ്രകാശം ഗ്ലോറിയസ് അപ്പിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഈ സണ്ണും ഫാദറും ഉള്ള ഒരു അല്ലെങ്കിൽ ഗോഡും ഈ സേവിയറിന്റെ കാര്യം നമുക്ക് നോക്കുമ്പോൾ അതിന്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്യു 11:27 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓൾ തിങ്സ് ആർ ഡെലിവർ അൺടു മീ ഓഫ് മൈ ഫാദർ. അപ്പം ഫാദറിന്റെ എല്ലാ കാര്യങ്ങളും സണ്ണിന് കൊടുത്തു വെച്ചേക്കുക. ഓക്കെ, ആൻഡ് നോ മാൻ നോ ദ സൺ ബട്ട് ദ ഫാദർ. അപ്പൊ ഫാദർ അല്ലാതെ സണ്ണിനെ ആർക്കും അറിയത്തുമില്ല. ഓക്കെ, നീദർ നോട്ട് എനി മാൻ ദ ഫാദർ സേവ് ദ സൺ ആൻഡ് ഹി ഹുവെവർ ദ സൺ വിൽ റിവീൽ ഹിം. അപ്പൊ സണ്ണ് മാത്രമേ ഈ ഫാദറിനെയോ അല്ലെങ്കിൽ ഗോഡിനെയോ റിവീൽ ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പൊ ഈ അപ്പിയറൻസ് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഇത് രണ്ട് വ്യക്തികളല്ല, ഇത് സൺ ഈസ് ദ വിസിബിൾ ഫോം ഓഫ് ഇൻവിസിബിൾ ഗോഡ്. ഗോഡ് ഈസ് ഇൻവിസിബിൾ, ഗോഡ് ഈസ് സ്പിരിറ്റ്. ആ ഇൻവിസിബിൾ ആയ ഗോഡിന് ഗ്ലോറിയസ് അപ്പിയറൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ദ സൺ. ആ സൺ അല്ലെങ്കിൽ ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൺ ഈസ് ദ വിസിബിൾ ഫോം ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ് എന്ന് പറയുന്നത്, ഇവിടെ അപ്പിയറൻസിന്റെ കാര്യം പറയുന്നത് ഗോഡ് ആൻഡ് അവർ സേവിയർ ജീസസ് ക്രൈസ്റ്റിന്റെ കാര്യമായി. ഇത് രണ്ട് വ്യക്തികളല്ല, ഒരേ ഒരു വ്യക്തിയാണെന്ന് ഐസയ പറയുന്നുണ്ട്. unto us a son is given. ആ സൺ ആരാണ്? ഓൾമൈറ്റി ഗോഡ്, എവർ ലാസ്റ്റിംഗ് ഫാദർ ആണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ ഇത് രണ്ട് വ്യക്തിയല്ല, അല്ലെങ്കിൽ ഗ്ലോറിയസ് മാനിഫെസ്റ്റേഷൻ അല്ല. ഗോഡ് ഓൾറെഡി മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്
അത് നമുക്കറിയാം. ഗോഡ് മാനിഫെസ്റ്റ് ഫസ്റ്റ് തിമോത്തിക്കകത്ത് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇത് രണ്ടല്ല, ഒന്നാണ്. ഇതിന് രണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയേക്കുവാണ്. പക്ഷെ ഇത് ഒരിക്കലും രണ്ടാവത്തില്ല. താങ്ക് യു. താങ്ക് യു. അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്നത് വളരെ കാതലായിട്ടുള്ള ഒരു വാക്യമാണ്. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. ആ വെളിപ്പാടിനെ പറ്റി ആ വെളിപ്പാടിന്റെ പുസ്തകത്തിന്റെ ലാസ്റ്റിലാണ് വളരെ വലിയ വാർണിംഗ് കൊടുത്തേക്കുന്നത്. ഈ പുസ്തകത്തിനകത്ത് എന്തെങ്കിലും തിരുത്തുവാൻ ചെയ്താൽ നിങ്ങളുടെ ആ തിരുത്തുന്ന വ്യക്തിക്ക് പിന്നെ ജീവിതത്തിന്റെ പുസ്തകത്തിൽ ഒരു സ്ഥലവും ഇല്ലെന്ന്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നു, അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരെ അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളിച്ചു വരുന്നു. അപ്പൊ ഇവിടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. ഞാൻ എന്ന് പറയുന്നത് ആരാണ് എന്ന് പിന്നെ നമ്മൾ 17-ാമത്തെ വാക്യത്തിലാണ് കാണുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കാണുമ്പോൾ JWയുടെ ബൈബിൾ 17-ാമത്തെ വാക്യം അവർ തിരുത്തിയിട്ടില്ല. അദ്ദേഹത്തെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു. അദ്ദേഹം വലതുകൈ എൻ്റെ മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു, പേടിക്കേണ്ട, ഞാൻ ആദ്യനും അന്ത്യനുമാണെന്ന് പറഞ്ഞു. പക്ഷെ മേളിൽ 8-ാമത്തെ വാക്യം തിരുത്തിയിട്ട് യഹോവയാണ് പറയുന്നത്, ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു. അപ്പം അൽഫയും ഒമേഗയും എന്താണ് ഗ്രീക്കിൽ എന്ന് അബ്രഹാം കുട്ടി പാസ്റ്റർ പറയുന്നതായിരിക്കും. എന്താണ് അൽഫയും ഒമേഗയും? ഞാൻ അൽഫയും ഒമേഗയും. പഴയ നിയമത്തിൽ അത് അൽഫ ഒമേഗ എന്ന് പറയുന്നത് ആ ലെറ്റേഴ്സിന്റെ നമ്മുടെ ഇംഗ്ലീഷ് പോലെ എയും ലാസ്റ്റ് ഇസഡ് ആണ് അൽഫ ഒമേഗ എന്നവിടെ പറയുന്നത്. അപ്പോൾ അതിന്റെ പഴയ നിയമത്തിൽ അതേപറ്റി പറയുമ്പോൾ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്, ദ ബിഗിനിങ് ആൻഡ് എൻഡ്, ഇത് യഹോവയെ കുറിച്ച് പറയുന്നതാണ് പഴയ നിയമത്തിൽ. ഞാൻ 1-2 വാക്യങ്ങൾ വേണമെങ്കിൽ റെഫർ ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. അത് ഇവിടെ ഈ റെവലേഷനിൽ പറഞ്ഞിരിക്കുന്ന ചാപ്റ്റർ ഏതാ? വിഷ്ണു ബ്രദർ കൊടുത്തിരിക്കുന്ന ചാപ്റ്റർ ഏതാ? റെവലേഷൻ 1. ഓക്കെ. അതിന്റെ 21:6 പറയുന്നു, അവിടെയും പറയുന്നു ഞാൻ അൽഫ ഞാൻ ഒമേഗ. റെവലേഷനിൽ പറയുന്നു 22:13 ഞാൻ അൽഫ ഞാൻ ഒമേഗ, ഒന്നാമത്തവൻ ഒടുക്കത്തവൻ. ഇതെല്ലാം യഹോവയെ കുറിച്ച് പറയുകയാണ്. എന്നാൽ ഇവിടെ വെളിപ്പാട് പുസ്തകം എഴുതുന്ന ആർക്കാണ് ഈ വെളിപ്പാട് കൊടുക്കുന്ന ആരാണ്? കിട്ടുന്ന ആർക്കാണ്? യോഹന്നാന്. ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷം, ആ യോഹന്നാനാണ് ഇപ്പോൾ ഇവിടെ കാണുന്ന റെവലേഷനിൽ കാണുന്ന ഈ അൽഫ ഒമേഗ എന്ന് പറയുന്ന ദൈവത്തെ. അപ്പം ആ പഴയ നിയമത്തിലെ അൽഫ ഒമേഗ തന്നെയാകുന്നു ഈ ജോൺ കാണുന്ന യേശുക്രിസ്തു എന്ന് വളരെ വ്യക്തമാകുന്നു. എന്തുകൊണ്ടെന്നാൽ പഴയ നിയമത്തിലെ യഹോവ അൽഫ ആൻഡ് ഒമേഗ, ഐ ആം ദ ഫസ്റ്റ്, ഐ ആം ദ ലാസ്റ്റ്, ഐ ആം ദ ബിഗിനിങ്, ഐ ആം ദ എൻഡ് എന്ന് പറയുന്ന ആ സർവശക്തിയുള്ള യഹോവയുടെ അതേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണ് വെളിപ്പാടിൽ ഇവിടെ യേശുക്രിസ്തു പറയുന്നത്. അപ്പം ഈ ജോൺ സുവിശേഷം എഴുതുമ്പോൾ എന്താണ് പറഞ്ഞത്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ആ ജോണിന്റെ സുവിശേഷം എഴുതുമ്പോൾ ആദിയിൽ പറയുന്ന അതേ വാക്യം തന്നെ ഉൽപ്പത്തിയിൽ പറയുന്നു, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. അപ്പോൾ ഫസ്റ്റ് ജോൺ 1:1 ഞാനൊന്ന് വായിക്കാൻ താല്പര്യപ്പെടുന്നു, ദയവായി ശ്രദ്ധിച്ചാലും. ഫസ്റ്റ് ജോൺ 1:1. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇങ്ങനെ പറയുന്നു, that which was from the beginning, which we have heard, which we have seen with our eyes, which we have looked upon, and our hands have handled of the word of life. അപ്പോൾ ആദ്യം മുതലുള്ളവരെ ഞങ്ങൾ കണ്ടു, ഞങ്ങൾ തൊട്ടു, ഞങ്ങൾ അനുഭവിച്ചു എന്നാണ് ഇവിടെ ഈ ജോൺ എഴുതിയ സുവിശേഷം എഴുതിയ തന്നെ ജോൺ ഇവിടെ 1 യോഹന്നാൻ 1:1 പറയുന്നത്, ഞങ്ങൾ ആദ്യം മുതലുള്ളവനെ കണ്ടു. ആരാണ് ആദ്യം മുതലുള്ളവൻ? ഇൻ ദ ബിഗിനിങ് ഗോഡ്. ജെനസിസിൽ 1 പറയുന്ന ആ ഗോഡിനെ
ഞങ്ങൾ കണ്ടു, ഞങ്ങളുടെ കൈ തൊട്ടു, ഞങ്ങൾ അറിഞ്ഞു, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളാകുന്നു എന്ന് യോഹന്നാൻ പറയുന്ന ആ ദൈവത്തെ ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള അവിടെ പ്രതിപാദിക്കുമ്പോൾ ആ യഹോവയെ കുറിച്ച് പറയുന്നത് നമുക്കൊരു ദൈവമേ ഉള്ളൂ, ഒരു പിതാവാണ് നമ്മുടെ ദൈവം എന്ന് പറയുമ്പോൾ ഐ ആം അൽഫ, ഐ ആം ഒമേഗ, ഐ ആം ദ ഫസ്റ്റ്, ഐ ആം ദ ലാസ്റ്റ് എന്ന് പഴയ നിയമത്തിൽ യഹോവയെ കുറിച്ച് പറയുമ്പോൾ അതേ ദൈവം തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ വെളിപ്പെടുത്തുന്നു. അവന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഭയപ്പെടേണ്ട, ഐ ആം ദ ഫസ്റ്റ്, ഐ ആം ദ ലാസ്റ്റ്. അപ്പോൾ അതിനുശേഷമാണ് യോഹന്നാന്റെ ലേഖനം എഴുതിയപ്പോൾ പറയാണ്, ഞങ്ങൾ ദാറ്റ് വിച്ച് വാസ് ഫ്രം ദ ബിഗിനിങ്, which we have heard, which we have seen with our eyes, which we have looked upon, and our hands have handled of the word of life. അതായത് വേർഡ് ഓഫ് ലൈഫ്, ജീവന്റെ വചനങ്ങൾ ആദ്യം മുതലുള്ളവനെ ഞങ്ങൾ കണ്ടു തൊട്ടു എന്ന് പറയുമ്പോൾ ഉൽപ്പത്തി 1:1 മുതൽ പറയുന്ന യഹോവയായ ദൈവം തന്നെ ആ യഹോവയെ കുറിച്ച് ഇവിടെ ജോണിനുള്ള വെളിപ്പാട് കിട്ടുന്നു. അതിനുശേഷം പറയാണ് അവന്റെ തേജസ് ഞങ്ങൾ കണ്ടു. എവിടെ വെച്ച് കണ്ടു? ട്രാൻസ്ഫിഗറേഷൻ മൗണ്ടിൽ ചെന്നിട്ടപ്പോൾ പത്രോസ്, യോഹന്നാൻ, യാക്കോബിനെ ആ തേജസ് വെളിപ്പെടുത്തി കാണിച്ചിട്ട് മോശയോടും ഏലിയാവിനോടും അവന്റെ നിര്യാണത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഇവര് കേട്ടു. അപ്പോൾ അവന്റെ മഹിമ കണ്ട സാക്ഷികൾ, അവനെ തൊട്ടവർ, അവനെ കണ്ടവർ ആയിരുന്നു ശിഷ്യന്മാർ. പ്രത്യേകിച്ച് റെവലേഷനിൽ യോഹന്നാൻ അതേ യഹോവയെ കാണുമ്പോൾ അവന്റെ മുമ്പിൽ വീണത്തക്ക രീതിയിലുള്ള രൂപത്തിൽ ഇവിടെ നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഐ ആം അൽഫ, ഐ ആം ഒമേഗ, ഐ ആം ദ ഫസ്റ്റ്, ഐ ആം ദ ലാസ്റ്റ് എന്ന് പഴയ നിയമത്തിലെ യഹോവ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് യേശു ക്രിസ്തു ഇവിടെ റിപ്പീറ്റ് ചെയ്ത് റെവലേഷൻ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുവൻ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്, ഒരുവൻ മാത്രമേ ഉള്ളൂ അൽഫ ആൻഡ് ഒമേഗ. അത് പഴയ നിയമത്തിലെ യഹോവയാണെങ്കിൽ തീർച്ചയായിട്ടും പുതിയ നിയമത്തിലെ യേശു ക്രിസ്തു ആകുന്നു എന്ന് മനസ്സിലാക്കി ക്രിസ്ത്യാനികളായിരിക്കുന്ന ദൈവജനങ്ങളെ, സഹോദരന്മാരെ, ഈ JWയുടെ കൾട്ട് ഉപദേശത്തിൽ നിന്ന് നിങ്ങൾ വളരെ അധികം ഓടി മറയണം, രക്ഷപ്പെടണം. ഇല്ലായെങ്കിൽ നിങ്ങളുടെ ഒരു പശുവിനെയോ ആടിനെയോ കയറുകൊണ്ട് പെടലിയിൽ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന ഉപദേശമാണ് ഈ JW. മാത്രവുമല്ല അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞങ്ങൾ വചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല. അപ്പോൾ JWക്കാരായിരിക്കുന്ന അനേകർ വചനത്തിൽ കൂട്ടിച്ചേർക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് വളരെ ദൃഢനിശ്ചയത്തോടുകൂടെ പറയുമ്പോൾ പഴയ നിയമത്തിലെ യഹോവയായ ദൈവം തന്നെ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവാണ്, അവൻ അൽഫയും ഒമേഗയും, ഒന്നാമത്തിനും ഒടുക്കത്തിനും ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആകുന്നു എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയുമ്പോൾ ബൈബിളിൽ 66 പുസ്തകങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതും ഒരേ ഒരു ദൈവം, അത് പഴയ നിയമത്തിലെ ദൈവം, പുതിയ നിയമത്തിലെ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, പ്രവാചകന്മാര് പറഞ്ഞത് മുഴുവനും വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. അപ്പോൾ പ്രവാചകന്മാരെല്ലാം എന്താണ് പറഞ്ഞത്? ഒരു രക്ഷകൻ വരാൻ പോകുന്നു. ഈ രക്ഷകനായിരിക്കുന്ന യഹോവ പറഞ്ഞു, എന്റെ സൈഡിൽ ഒരു രക്ഷകനില്ല, ഞാനൊരു ദൈവത്തെയും അറിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇന്ന് ലൂക്കോസിൽ പറയുന്നു, ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നമുക്കായി ജനിച്ചിരിക്കുന്നു, അവനാകുന്നു യഹോവ സേവിയർ, അല്ലെങ്കിൽ യാശുവ, അല്ലെങ്കിൽ യഹോശുവ. ഇത് മനസ്സിലാക്കണമേ എന്ന് ഞാൻ ദയവായി നിങ്ങളോട് അറിയിക്കുന്നു. പ്രൈസ് ലോർഡ്. താങ്ക് യു പാസ്റ്റർ. അടുത്തത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, ഇതിനകത്ത് നമ്മൾ കാണുന്നത് ആ മഹത്വത്തിന്റെ പ്രത്യക്ഷത തന്നെയാണ്. 3 വർഷം യോഹന്നാൻ യേശുവിന്റെ കൂടെ നടന്നവന്, യേശുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണെന്നാണ് വചനം നമ്മളെ അറിയിക്കുന്നത്. സ്വന്തം അമ്മയെ നോക്കുവാൻ വേണ്ടി, ഒരു അമ്മയെ പോലെ നോക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ഒരു ശിഷ്യനാണ്. ആ ശിഷ്യൻ കൂടെ നടന്ന ശിഷ്യൻ, അവന് കൂടെ നടന്നപ്പോൾ ഒന്നും ഭവിച്ചില്ല. പക്ഷെ ഇവിടെ അവൻ പറയുന്നു, മരിച്ചവനെ പോലെ കണ്ടപ്പോൾ വീണുപോയെന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ മരിച്ചവനെ പോലെ വീണുപോയത്?
എന്നോടാണോ? ആ ഓക്കെ, പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസൻ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് ചില തിരുവെഴുത്തുകളെ സംസാരിക്കുവാനുണ്ട്. അതിനുള്ള സമയങ്ങൾ എനിക്ക് വേണം. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ച കോണ്ടെക്സ്റ്റില് ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 6-ൽ നാം വായിക്കുന്നത്, ഇസ്രായേലിന്റെ രാജാവായ യഹോവ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാൻ അല്ലാതെ ഒരു ദൈവവുമില്ല എന്ന് യഹോവയുടെ സാക്ഷികൾ ദൈവമാണ് എന്ന് പറയുന്ന യഹോവ പറയുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാണ്, ഞാൻ അല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ യേശു പറയുകയാണ്, അവൻ ആദ്യനും ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു 8-ാമത്തെ വാക്യത്തിൽ വായിക്കുക. അപ്പോ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും, അതായത് സൃഷ്ടികർത്താവും വീണ്ടെടുപ്പുകാരനും പരിപാലകനുമായി വീണ്ടെടുക്കപ്പെട്ടവരെ ചേർക്കുവാൻ വരുന്നവൻ ഒരുവൻ മാത്രമാണ് എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുക. അപ്പോൾ ഈ പ്രത്യക്ഷനാകുന്നവന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകം അതിന്റെ 13 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും, കാൽ ഉലയിലുട്ട് ചുറ്റുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചൽ പോലെയുമായിരുന്നു. അവന്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ മൂർച്ചയേറിയ ഇരുതലയുള്ള വാൾ പുറപ്പെടുന്നു. 19-ാമത്തെ വാക്യത്തിൽ, ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ എന്നേക്കും ജീവിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട് എന്നത്. ഇപ്പൊ യെശയ്യാവ് 6-ാമത്തെ അധ്യായത്തിലും യെഹെസ്കേൽ പ്രവാചകൻ 1-ാമത്തെ അധ്യായത്തിലും മനുഷ്യരൂപത്തിൽ കണ്ട ആ അതേ ദൈവത്തെയാണ് യോഹന്നാൻ ഇവിടെ കാണുന്നത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ക്രൂസിലെ മരണത്തിന് മുമ്പ് താല്പര്യത്തോടെ യേശുക്രിസ്തു ഇരിക്കുന്നിടത്ത് ചേർന്ന് മാർത്ത് ചാരിക്കടന്ന് ആ യോഹന്നാൻ യേശുക്രിസ്തു ദൈവമാണെന്നാണ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയത്. മറ്റ് 3 സുവിശേഷകന്മാരെക്കാൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വവും യേശുക്രിസ്തു ദൈവമാണെന്ന് എഴുതിയാണ് യോഹന്നാൻ. മുമ്പ് അബ്രൗണ്ടി പാസ്റ്റർ പറഞ്ഞതുപോലെ 1 യോഹന്നാനിൽ ആ ആദ്യം മുതലുള്ളവനെ ഞങ്ങൾ തൊട്ടും കണ്ടും അറിഞ്ഞും ഇരിക്കുന്നു എന്ന് പറഞ്ഞ് വെളിപ്പെടുത്തി. ആ യോഹന്നാൻ പറയുകയാണ്, താൻ ഈ ഭൂമിയിൽ ഇരുന്നപ്പോൾ കണ്ട അതേ വ്യക്തിയുടെ യഥാർത്ഥ രൂപം കണ്ടപ്പോൾ, പഴയ നിയമത്തിൽ എസെക്കിയേലും യെശയ്യാവും കണ്ട അതേ ദൈവം, തേജോമയനായ അഗ്നിജാലയ്ക്കത്തുള്ള കണ്ണുള്ള, കണ്ടാൽ ഭയന്നു പോകുന്ന ആ തേജസ്സിലുള്ള കർത്താവിനെയാണ് കണ്ടത്. ഈ തേജസ്സിന്റെ കർത്താവാകട്ടെ കർത്താവായ യേശുക്രിസ്തു ആണ് എന്നുള്ളതാണ് നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതുകൊണ്ട് യേശു പറയുകയാണ്, ഇതാ ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും ജീവിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. നീ കണ്ടതും ഇപ്പോഴുള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ യേശുക്രിസ്തു അതിനെ യഥാർത്ഥമായും യഹോവയുടെ തേജസ്സിൽ കണ്ടു യോഹന്നാൻ അപ്പോസ്തലൻ. അപ്പോൾ യഹോവയുടെ തേജസ് പത്മോസിലെ ആ ഏകാന്തതയിൽ ദൈവത്തിന്റെ ആത്മാവിലാണ് കണ്ടത്. അല്ലെങ്കിൽ ഒരു ജഡത്തിനും ദൈവസന്നിധിയിൽ അവിടെ നിൽക്കാൻ കഴിയില്ല. കാരണം ആത്മവിവശതയിലായിട്ട് താൻ ഉറങ്ങുകയാണോ ഉണരുന്നിരിക്കുകയാണോ തന്റെ ശരീരത്തിന് മേൽ ഒരു കൺട്രോളും ഇല്ലാതെ ഒരു ട്രാൻസിലായി പോയ അവസ്ഥയിൽ താൻ സ്വർഗീയ ദർശനത്തിൽ താൻ കാണുകയാണ്, താൻ ഒരു സമയത്ത് മാറത്ത് ചാരി ഇരുന്നവൻ ഇതാ ഇപ്പോൾ വെള്ളോട്ടിന് സദൃശമായ കാലുള്ള, വെളുത്ത താടിരോമങ്ങളുള്ള, അഗ്നികാലയ്ക്കത്തുള്ള കണ്ണുള്ള തേജോമയനായ ദൈവത്തെ കണ്ട് അവൻ ഭയന്നുപോയി. ഇവിടെ നമ്മൾ കാണുന്ന ദൈവത്തെ മറുമലയിൽ കണ്ട യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയേക്കാൾ കൂടുതൽ കൂടുതൽ തേജോമയമായിരുന്നു. കാരണം അവിടെ ഒരു വെളുത്ത വെള്ള മേഘം അവനെ നിഴലിട്ട് ഒരു മേഘരൂപത്തിൽ അവനെ കണ്ടുള്ളെങ്കിൽ ഇവിടെ അവന്റെ കണ്ണ് സൂര്യനെ വെല്ലുന്ന തേജസ്സുള്ള കണ്ണുകളാണ്. എന്ന് വെച്ചാൽ കണ്ടു കഴിഞ്ഞാൽ നോക്കി കാണാൻ കഴിയില്ല. മറുമലയിൽ അവർ അവരുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടെങ്കിൽ
ഈ വെളിപ്പാട് പുസ്തകത്തിലെ പത്മോസിൽ ആത്മവിവശതയിൽ യോഹന്നാന് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത് യോഹന്നാന്റെ ആത്മാവിലാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ ഇതിനെ ഇപ്രകാരം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ആ അവസ്ഥയിൽ പോലും യോഹന്നാൻ അതിനെ റെക്കോർഡ് ചെയ്യുമ്പോൾ പറയാണ്, അത് കണ്ട് ഞാൻ മരിച്ചവനെ പോലെ ആയിത്തീർന്നു എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ദർശനം പോലും കാണാൻ കഴിയാത്ത വണ്ണമുള്ള മഹാ തേജസ്സിന്റെ ഉടമയായ യഹോവ തന്നെയായിരുന്നു വീണ്ടെടുപ്പുകാരനായി കൈകാൽ തുളയ്ക്കപ്പെട്ടവനായി വന്നതും. അതുകൊണ്ട് ഏതു കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും എന്നുകൂടി നമ്മൾ അവിടെ വായിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു പ്രത്യക്ഷത വരുത്തുവാൻ കഴിയുന്നത് സർവശക്തനായ യഹോവയ്ക്ക് മാത്രമാണ്. ആ യഹോവയുടെ കാലളിയ മാംസ പ്രത്യക്ഷതയായിരുന്നു 1 തിമോത്തി 3:16 നാം കണ്ട ജഡപ്രത്യക്ഷത. അവൻ ജഡത്തിൽ വന്ന് മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി ജഡമരണത്താൽ വീണ്ടെടുത്തുവെങ്കിൽ വീണ്ടെടുക്കപ്പെട്ടവരെ ചേർക്കാൻ വരുമ്പോൾ ഒരു നാളിൽ നാം വീണ്ടെടുപ്പിന്റെ ശേഷം നാം ഈ തേജോമയനായ ദൈവത്തോടുകൂടി ആയിരിക്കും എന്നുള്ളതാണ് വെളിപ്പാട് പുസ്തകം നമ്മുടെ മുമ്പാകെ വെക്കുന്ന ഒരു ഏറ്റവും വലിയ കാതലായിട്ടുള്ളൊരു കാര്യം. എന്നാൽ ഒരു കാര്യം, യഹോവയുടെ സാക്ഷികളുടെ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷനിൽ വലിയൊരു ഇത്ര മലയാളത്തിലുള്ള അത്രത്തോളം ഒരു എന്ത് ചെയ്തിട്ടില്ല, വലിയൊരു കൃത്രിമം കാണിച്ചിട്ടില്ല. കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ ഇത്രയും വലിയ അക്രമം കാണിക്കാൻ ആ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റേഷൻ മുതിർന്നിട്ടില്ല. എന്നാൽ മലയാളികൾ അവർക്ക് വേറെ എന്തൊക്കെയോ ഉദ്ദേശമുള്ളത് കൊണ്ട് ഏതെല്ലാം തരത്തിൽ ആ വചനങ്ങളെ വികൃതമാക്കാമോ, ഏതെല്ലാം തരത്തിൽ യേശു ക്രിസ്തുവിനെ കേവലം ഒരു മനുഷ്യനാക്കാൻ കഴിയുമോ ആ തരത്തിലെല്ലാം ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. അപ്പോ ഇവിടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നിടത്തും അവർ തങ്ങൾ കുത്തിയിട്ടുള്ളവരിലേക്ക് അവർ നോക്കും, ഏകജാതിനെ കുറിച്ച് വിലപിക്കുന്ന പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കും, ആദ്യജാതിനെ കുറിച്ച് വ്യസനിക്കുന്ന പോലെ അവനെ കുറിച്ച് അവർ വ്യസനിക്കും എന്ന് എഴുതിയിരിക്കുന്നത് അവരുടെ ട്രാൻസ്ലേഷനിലേക്ക് വരുമ്പോൾ അവർ കുത്തിത്തുളച്ചവനെ അവർ നോക്കും, ഒരേ ഒരു മകനെ ഓർത്ത് കരയുന്നത് പോലെ അവർ അവനെ ഓർത്ത് കരയും, മൂത്ത മകനെ ഓർത്ത് നിലവിളിക്കുന്നത് പോലെ അവർ അവനെ ഓർത്ത് വാവിട്ട് നിലവിളിക്കും. ഇവിടെ മൂത്ത മകനും വന്നു, ഒരേ ഒരു മകനും വന്നു. ഇതൊന്നും ബൈബിളിൽ എവിടെയും ഉള്ള ഒരു വാക്യമല്ല. ഞങ്ങളെ കേൾക്കുന്നവരായ സാധാരണഗതിയിൽ ദൈവവചനത്തിൽ യഹോവയുടെ സാക്ഷികളെ പുറമേ നിന്നുള്ള നിങ്ങളുടെ അറിവിനാൽ നിങ്ങൾ ഏറ്റവും വലിയ ദുരുപദേശക്കാരാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ അറിയാൻ പോവുകയാണ്, നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്തത്തോളം വലിയ ദുരുപദേശക്കാരാണ് ഈ യഹോവയുടെ സാക്ഷികൾ. ഒപ്പം ത്രിയേക ദൈവ വിശ്വാസികളും ഒരുപോലെ തെറ്റുകാരാണ്. കാരണം ദൈവത്തിന് വ്യക്തികളെ ആരോപിച്ച് ദൈവത്തിന് കൂട്ടാളികളെ ഉണ്ടാക്കുന്നതും ഒരുപോലെ തെറ്റുകാരാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ തൃത്വവിശ്വാസികൾ ഞങ്ങളെയും, അതായത് ഏകദൈവ വിശ്വാസികളായ അപ്പസ്തോലിക ഉപദേശം, അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഉപദേശം വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും പാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളെ ഈ യഹോവയുടെ സാക്ഷികൾ എന്ന ബൈബിൾ വിരുദ്ധത പ്രചരിപ്പിക്കുന്ന ഇവരുമായി കൂട്ടുചേർത്ത് ആണ് പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തിരുത്തലിന് വേണ്ടി ഞങ്ങൾ പറയുകയാണ്. ഈ രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് ദൈവവചനത്തെ ദുഷിപ്പിക്കുകയും തെറ്റായി പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ത്രിയേക ദൈവ വിശ്വാസികളും ഈ പറയുന്ന യഹോവയുടെ സാക്ഷികളും. യഥാർത്ഥ ഏകദൈവ വിശ്വാസികളുടെ പാരമ്പര്യം ദൈവം നൽകിയത് യഹോവയുടെ യഥാർത്ഥ സാക്ഷികളായ ഇസ്രായേൽ ജനത്തിനാണ്. ആ ഇസ്രായേൽ ജനം തള്ളിക്കളഞ്ഞ അവരുടെ മെസ്സിഹ, അവർക്ക് ഇടച്ചക്കല്ലും തടങ്കൽപ്പാറയുമായി ജഡത്തിൽ വെളിപ്പെട്ട ആ ദൈവത്തെ അവർ തള്ളിക്കളഞ്ഞുവെങ്കിൽ അവന്റെ പ്രത്യക്ഷയുടെ നാളിൽ ആദ്യമായി 3000-ഓളം യഹൂദന്മാർ അവനെ തിരിച്ചറിഞ്ഞ് ഏകസത്യ ദൈവത്തിന്റെ പ്രത്യക്ഷതയാണ് തിരിച്ചറിഞ്ഞ് സ്നാനപ്പെട്ട് അവനോട് ചേർന്നതുപോലെ ഈ തലമുറയിൽ ഏകദൈവ വിശ്വാസം പഠിപ്പിക്കുന്ന യഥാർത്ഥ അപ്പസ്തോലിക ഉപദേശമുള്ള ക്രിസ്ത്യാനികളെ ആയ ഞങ്ങളെ നിങ്ങൾ ഒരിക്കലും ഈ സത്യത്തിലേക്ക് വരികയോ ഞങ്ങൾ പഠിപ്പിക്കുന്ന ബൈബിളിന്റെ യഥാർത്ഥ സത്യത്തെ അറിഞ്ഞ് ഗ്രഹിക്കുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി ബോധപൂർവം ഞങ്ങളെ ഈ ഏറ്റവും വലിയ ദുരുപദേശകരുമായി ചേർത്ത് ഒരു നുഖത്തിൽ കെട്ടുന്ന ഒരു കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളണം. ഞങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഈ വാക്യങ്ങൾ ഉദ്ധരിച്ചത്. ഞങ്ങൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും മുഴുവൻ വേദപുസ്തകം പറയുന്ന ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. പുതിയ നിയമത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, യേശു ക്രിസ്തു അവൻ ഒരേ ഒരു ദൈവവും ധന്യനായ ഏകാധിപതിയാണ്,
അവൻ മാത്രം അടുത്തുകൂടാതെ വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. അവൻ രാജാതി രാജാവാണ്, അവൻ കർത്താതി കർത്താവാണ്, അവൻ മഹാദൈവമാണ്. ഈ തിരുവെഴുത്തുകൾ പ്രകാരം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ അവതരിപ്പിക്കുന്ന ഒരേ ഒരു ദൈവത്തെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ത്രിയേക ദൈവ വിശ്വാസികളും ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ തെറ്റുകാരാണ്. യഹോവയുടെ സാക്ഷികൾ അതിനേക്കാൾ 100 മടങ്ങ് തെറ്റുകാരുമാണ്. ഇവർ രണ്ടുപേരുമായിട്ടോ ലോകത്തിൽ നിലവിലുള്ള ഏതെങ്കിലും മതസമൂഹമായിട്ടോ ക്രിസ്തീയ സമൂഹമായിട്ടോ ഈ JCNDSDയിലെ പ്രവർത്തകരായ ഞങ്ങൾക്ക് ബന്ധമില്ല തെളിയിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഞങ്ങളെ സ്നേഹപൂർവ്വം ഈ സത്യത്തെ അവർക്ക് അവരുടെ തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ അവരുടെ ധാരണകളോ ഉണ്ടെങ്കിൽ തിരുത്തുവാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ ഞങ്ങൾ തെറ്റാണെന്ന് സ്ഥാപിക്കുവാനുള്ള ഒരു അവസരം സ്നേഹത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ ഒരുക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം ഈ യഹോവയുടെ സാക്ഷികളുമായി ബന്ധപ്പെട്ട് എടുക്കുവാൻ ഞങ്ങൾക്ക് ഇടയായി തീർന്ന ഒരു സഹോദരിയുടെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നാണ്. അങ്ങനെ ഞങ്ങൾ 5 എപ്പിസോഡുകൾ ഇതിലേക്ക് പിന്നിടുമ്പോൾ ഞങ്ങൾക്ക് തികച്ചും അഭിമാനമുണ്ട്. ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എടുത്ത് മുന്നോട്ട് വരാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെ കേൾക്കുന്നവരും ഈ സത്യങ്ങളെ ഗ്രഹിച്ച് യഥാർത്ഥ സത്യത്തിലേക്ക് വരണം. അത് ത്രിയേക ദൈവവുമല്ല, അത് യഹോവയുടെ സാക്ഷികളുമല്ല, അത് പാരമ്പര്യ മതങ്ങളുമല്ല, എപ്പിസ്കോപ്പൽ സഭകളുമല്ല, അത് യഥാർത്ഥ ബൈബിൾ അനുസാരികളായ ക്രിസ്ത്യാനികളുടെ ഉപദേശമാണ്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ, വളരെ നല്ലതായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തു. അടുത്തത് ഞാൻ ബ്രദർ സൈമന്റെ ഒപ്പീനിയൻ ആണ് ചോദിക്കുന്നത്. ഇതിനകത്ത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ സക്രിയാവിന്റെ എഴുതിയ പുസ്തകത്തിനകത്ത് യഹോവയുടെ അരുളപ്പാടെന്ന് പറഞ്ഞിട്ട് യഹോവയെ കുത്തിയവർ അവനെ കാണുമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ആ ഒരു കാര്യം ഒരു നിവൃത്തി മാതിരിയാണ് റെവലേഷൻ 1-ൽ കാണുന്നത്. വേറൊരു കാര്യം, പുറപ്പാടിന്റെ പുസ്തകം അതിന്റെ 33-ാമത്തെ അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ 18-ാമത്തെ വാക്യത്തിൽ മോശ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അവൻ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു. അതിന് അവൻ, ഞാൻ നിന്റെ മഹിമയൊക്കെയും നിന്റെ മുമ്പാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുമ്പാകെ ഘോഷിക്കും. കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവന് ഞാൻ കരുണ കാണിക്കും എന്ന് അരുളി ചെയ്തു. നിനക്ക് എൻ്റെ മുഖം കാണുവാൻ കഴിയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കില്ല എന്നും അവൻ കൽപ്പിച്ചു. അപ്പോൾ ജീവനോടെ ഇരിക്കില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അബ്രഹാം മരിച്ചു വീഴതുമില്ല. അപ്പോൾ പക്ഷെ ഇവിടെ മഹിമ കാണിച്ചു തരണമേ എന്നാണ് പറയുന്നത്. ഇവിടെ യോഹന്നാൻ കാണുന്നത് മഹിമയുമാണ്. അപ്പൊ അത് വെച്ച് നമുക്ക് എന്താണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് നമ്മൾ ഈ റെവലേഷൻ ഈ 1-നകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമ്മൾ ആദ്യമേ കാണുന്നതെന്ന് പറഞ്ഞാൽ 7-നകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ആ ഗ്ലോറിയസ് അപ്പിയറൻസ് ഓഫ് ഗോഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. നമ്മൾ ചർച്ച ചെയ്ത ആ വേർഡ്സും ഈ വേർഡ്സിനും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തിയവനാ വരാൻ പോകുന്നത്. കുത്തിയവനാണ് മേഘത്തിൽ വരാൻ പോകുന്നത്. ഓൾ ഐസ് വിൽ സീ ഹിം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കുത്തിയവനാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ കുത്തിയവനെ തന്നെയാണ് ഐ ആം ദ അൽഫ ആൻഡ് ദ ഒമേഗ എന്ന് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. ദ ബിഗിനിങ് ആൻഡ് ദ എൻഡ് സേവ് ദ ലോർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് എന്തിനാണ് ഇവിടെ യഹോവയുടെ നാമം ഉപയോഗിക്കേണ്ടി വരുന്നത്. നമ്മൾ കാണുന്നുണ്ട് ന്യൂ ടെസ്റ്റ്മെന്റിനകത്ത് എങ്ങും ഒരിടത്ത് പോലും യഹോവ എന്നുള്ള ഒരു പേര് യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇവർക്ക് ഈ റെവലേഷനകത്ത് എന്തിനാണ് യഹോവയുടെ നാമം ഉപയോഗിക്കേണ്ടി വരുന്നത്? അവർ യഹോവ സാക്ഷിക്കാരായോണ്ടാണ്. അല്ലെങ്കിൽ ദ ലോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ദ ലോർഡ് ആരാണ്? അതല്ലേ നമ്മൾ പരിശുദ്ധാത്മാവ് ഉള്ളവരാണ് അറിയുന്നത് എന്ന് പറഞ്ഞാൽ ദ ലോർഡ് ജീസസ് ആണെന്നുള്ള കാര്യം അറിയുന്നത് പരിശുദ്ധാത്മാവ് ഉള്ളവരാ. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ യഹോവ സാക്ഷിക്കാര് അവര് പരിശുദ്ധാത്മാവ് ഇല്ലാത്തവരാ. നമ്മൾ അത് എവിടാ നമ്മൾ ഏത് വേർഷനകത്ത് നമുക്കത് കൺഫേം ചെയ്യാൻ ഒക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് 1 Corinthians 12:3 നമുക്കത് കൺഫേം ആക്കാം. എവിടാ അവിടെ wherefore I give you to understand that no man speaking by the Spirit of God calleth Jesus
accused, and that no man can say that Jesus is the Lord but by the Holy Spirit. സോ ജീസസ് തന്നെയാണ് ദ ലോഡ് എന്നുള്ള കാര്യം. അപ്പൊ ഇവിടെ ആരെ പറ്റിയാ സംസാരിക്കുന്നത്? സേ ദ ലോഡ് എന്ന് പറയുന്നത് അത് ജീസസിനെ പറ്റിയാ സംസാരിക്കുന്നത്. അത് തന്നെ നമ്മൾ 17 അത് കൺഫേം ആവുക. ഇവർക്ക് ആ കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതേണ്ട വന്ന എന്തിനാ? യഹോവ ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഓൾമൈറ്റി എന്നുള്ള കാര്യം ഇവിടെ ഈ വേർഷനകത്ത് കൺഫേം ആക്കുക. ദ ലോർഡ് ജീസസ് ആണെങ്കിൽ വിച്ച് ഈസ് ടു കം ദ ഓൾമൈറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് പിന്നെ ജീസസിനെ ഗോഡായിട്ട് എടുക്കേണ്ടി വരും. അപ്പൊ അതിനുവേണ്ടി ഈ വേർഷനെ മാത്രം അവർ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹോവ ഗോഡ് എന്നാക്കിയപ്പം ഓൾമൈറ്റി ഗോഡ് അവർക്ക് യഹോവ ഗോഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ 17 നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ആൻഡ് വെൻ ഐ സോ ഐ ഫെൽ അറ്റ് ഹിസ് ഫീറ്റ് ആസ് ഡെഡ്. അപ്പൊ യോഹന്നാൻ ഈ മഹത്വ പ്രത്യക്ഷത കാണുമ്പോഴത്തേക്ക് എല്ലാ 3.5 വർഷക്കാലം കൂടെ നടന്ന വ്യക്തിയാണ്. ആ യേശുവിനെ തന്നെ കണ്ടപ്പോഴത്തേക്ക് തന്നെ മരിച്ചവനെ പോലെ വീഴണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ മാൻ ഹാസ് സീൻ ഹിം എന്നുള്ള കാര്യമാണ് ഫുൾഫിൽ ആവുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡത്തിൽ ആർക്കും കാണാൻ ഒക്കത്തില്ല. അപ്പം മരിച്ചവനെ പോലെ കിടക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ കാണുന്നത് എങ്ങനെയാ? ആത്മാവിലാ കാണുന്നത്. ആത്മാവിലെ ദൈവത്തിനെ കാണാൻ ഒക്കത്തുള്ളൂ എന്നുള്ള കാര്യം. മഹത്വ പ്രത്യക്ഷത കാണണമെങ്കിൽ നമ്മൾ ജഡത്തിൽ കാണാൻ ഒക്കത്തില്ല. അബ്രഹാം കണ്ടത് ഏത് പ്രത്യക്ഷത? മഹത്വ പ്രത്യക്ഷത അല്ല. അത് വേർഡ് ബിക്കെയിം ഫ്ലഷിന്റെ ഒരു ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യന്റെ ഇടയ്ക്ക് ജീവിച്ച ഒരു കാലഘട്ടത്തിനെ ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്. പക്ഷെ അതിന്റെ മുമ്പത്തെ ഒരു കാലഘട്ടം ഉണ്ട് വേർ വേർഡ് ഈസ് ദ വിസിബിൾ ഫോം. വിസിബിൾ രീതിയിൽ ഓൾഡ് ടെസ്റ്റ്മെന്റിനകത്ത് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ആഡം കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആഡം എന്ന് പറയാമല്ലോ, നോ മാൻ ഹാസ് സീൻ ഗോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ആഡത്തിന് പിന്നെ ആരാ സൃഷ്ടിച്ചത്? ആഡം ആരോടായിരുന്നു പാത്ത് നിന്നത്? അതെല്ലാം പ്രത്യക്ഷതയാണ്, ഗോഡിന്റെ അപ്പിയറൻസ് ആണ്. മാൻ കൈൻഡിന് വേണ്ടി, ഹിസ് ക്രിയേഷന് വേണ്ടി ഒരു അപ്പിയറൻസ്. അതുകൊണ്ടാണ് പറയുന്നത് ഹി വാസ് ബിഫോർ ഓൾ തിങ്സ് വർ ക്രിയേറ്റഡ് ത്രൂ ഹിം, ബൈ ഹിം, ഫോർ ഹിം എന്ന് പറയുന്നത് അത് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പൊ ആ കാര്യം കൂടെ നമ്മൾക്ക് കൺഫേം ആവുക. ജീസസിന്റെ മരിച്ചവനെ പോലെ കിടക്കുക എന്ന് പറഞ്ഞാൽ ഇൻ സ്പിരിറ്റിലാണ് കാണുന്നത്. അവന്റെ മഹത്വ പ്രത്യക്ഷത യോഹന്നാൻ കാണുവാണ്. എന്നിട്ട് അവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ജീസസ് ആണ് ഹി ലേഡ് ഹിസ് റൈറ്റ് ഹാൻഡ് അപ്പോൺ മീ സേയിങ് ടു മീ ഫിയർ നോട്ട്, ഐ ആം ദ അൽഫ ആൻഡ് ഐ ആം ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്. അപ്പൊ ഈ അൽഫ ആൻഡ് ഒമേഗ, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്, ബിഗിനിങ് ആൻഡ് എൻഡ് ജീസസ് ക്രൈസ്റ്റ് ആണ്. ഹി ഈസ് ദ ഓൾമൈറ്റി ഗോഡ്. ആ ഗോഡിനെയാണ് അബ്രഹാം കണ്ടത്. അതുകൊണ്ടാ അബ്രഹാം അവര് ചോദിക്കുന്നത്, നീ യു ആർ നോട്ട് ഈവൻ 50 years old, ഹൗ യു ഹാവ് സീൻ ബിഫോർ അബ്രഹാം വാസ് ഐ ആം എന്നുള്ള കാര്യം ജീസസ് പറയുന്നതിന്റെ കാര്യം ബിക്കോസ് ഹി ഈസ് ദ ഐ ആം, ഹി ഈസ് ദ ബിഗിനിങ്, ഹി ഈസ് ദ എൻഡ്. ആ ഒരു കാര്യം. അല്ലെങ്കിൽ ഇവിടെ യഹോവ ഗോഡ് എന്നുള്ള കാര്യം വേറൊരു ഗോഡായിട്ട് അവർ സ്ഥാപിക്കാൻ നോക്കുകയാണെങ്കിൽ വിച്ച് ഈസ് ടു കം എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് യഹോവ ഗോഡിന് വാസ് എന്നുള്ള കാര്യം യൂസ് ചെയ്യാൻ ഒക്കുന്നത്? ഒരിക്കലും വാസ് യൂസ് ചെയ്യാൻ ഒക്കത്തില്ല. വാസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്. മീൻസ് ഹി വാസ് മാൻ. എങ്ങനെ? ആരാ? ജീസസിന്റെ മാനിഫെസ്റ്റേഷന്റെ ഒരു പ്രോസസ്സിനെയാണ് ഹി വാസ് ദ സൺ ഓഫ് ഗോഡ്. ഹി വാസ് ദ സൺ ഓഫ് ഗോഡ്. മനസ്സിലായി? അവിടെ വാസ് ഉള്ളു, ബാക്കിയെല്ലാം ഗോഡ് ഈസ് ഓൾവേസ് ഈസ്. വാസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാൻ ഒക്കത്തില്ല. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തൻ നമ്മൾക്ക് ഈ ഭൂമിയിൽ ഇരിക്കുമ്പം വി ആർ ഈസ്. വാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചുപോയി കഴിഞ്ഞിട്ടുള്ള കാലമാണ്. അപ്പം യഹോവയ്ക്ക് അങ്ങനെ പറയാനൊക്കെ പറ്റത്തില്ല. പക്ഷെ യേശുവിന് അങ്ങനെ പറയാനൊക്കെ യെസ് ഹി ക്യാൻ, ബിക്കോസ് ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്. അപ്പം ഫ്ലഷ് എവിടാ? ഫ്ലഷ് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഹി ഡൈഡ്. ആ ഫിസിക്കൽ ഡെത്ത് അല്ലെങ്കിൽ ഫ്ലഷ്ലി ഡെത്തിനെയാണ് നമ്മൾ ഇവിടെ വാസ് എന്ന് യൂസ് ചെയ്യുന്നത്. ആ വാസ് ആയിട്ടുള്ളതാണ് ഓൾമൈറ്റി എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് ഐസയാക്കകത്ത് നമ്മൾ 43:10 നമ്മൾ പറയുന്നുണ്ട്, ഒരു സർവന്റെ കാര്യം പറയുന്നുണ്ട്. പക്ഷെ ഐ ആം ഹി. അങ്ങനെ തന്നെ ജീസസ് പറയുന്നുണ്ട് ഫാദറിനെ പറ്റി, ഇഫ് യു ഡു നോട്ട് ബിലീവ് ദാറ്റ് ഐ ആം ഹി. അപ്പൊ ആ ജീസസ് തന്നാണ് ഓൾമൈറ്റി ഗോഡ് എന്നുള്ള കാര്യമാണ് ഈ വർഷം നമ്മൾ ചെയ്യുന്നത്. അബ്രഹാം കണ്ടത് ആ ജീസസിനെ തന്നെയാണ്. അതുകൊണ്ടാണ് ജീസസും അത് പറഞ്ഞത് ബിഫോർ അബ്രഹാം വാസ് ഐ ആം.
ഹി ഹാസ് സീൻ മൈ ഗ്ലോറി ആൻഡ് റിജോയ്സ് എന്നുള്ള കാര്യം പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അബ്രഹാം കണ്ടത് ജീസസിനെ ആയിരുന്നു. ഹീസ് എ വിസിബിൾ ഫോം ഓഫ് ഇൻവിസിബിൾ ഗോഡ്. ഒരു മനുഷ്യനും ഒരു കാലത്തും ഇനി വരാൻ പോകുന്ന കാലത്തും ആർക്കും ദൈവത്തിനെ പൂർണ്ണ എന്ന് പറഞ്ഞാൽ നോ വൺ ക്യാൻ സീ ഗോഡ് എന്ന് പറഞ്ഞാൽ സൺ ക്യാൻ ഓൺലി റിവീൽ ദ ഗോഡ്. ഹി ഈസ് എ വിസിബിൾ ഫോം ഓഫ് ഗോഡ്. ഐ തിങ്ക് ഐ ആൻസർഡ് യുവർ ക്വസ്റ്റ്യൻ, റൈറ്റ്? വെരി ഗുഡ്, വെരി വെൽ എക്സ്പ്ലെയിൻഡ്. അപ്പോൾ വേറെ എന്തെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്യണം? നമുക്ക് ഓൾറെഡി സമയമായിരിക്കുന്നു, ഏകദേശം 1 മണിക്കൂർ ആയിരിക്കുന്നു. അപ്പൊ ഇനി വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ വളരെ ചെറിയൊരു കാര്യമാണെങ്കിലും ആൽഫ ആൻഡ് ഒമേഗ വരെ അവിടെ വല്ലാതെ ആക്കി കളഞ്ഞ് അത് ആൽഫ ആൻഡ് ഒമേഗ അല്ലാത്ത പോലെ യഹോവ ഗോഡിനെ അവിടെ കൊണ്ടുവരേണ്ടി വന്ന്. പുതിയ നിയമത്തിനകത്ത് എങ്ങും യഹോവ എന്നുള്ള നാമം യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ അവർക്ക് കൊണ്ടുവരേണ്ടി വരുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെങ്കിലും ജീസസ് ഗോഡ് അല്ലെന്നുള്ള കാര്യം സ്ഥാപിക്കണം. അത്രേ ഉള്ളൂ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? സൈമൺ ബ്രദർ പറഞ്ഞ സ്ഥലത്തേക്ക് വരുമ്പോ എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഇവിടെ പറയാണ് 10ാമത്തെ വാക്യത്തില്, I was in the spirit on the Lord's day and heard behind me a great voice as of a trumpet എന്ന്. അപ്പം ഇവിടെ യോഹന്നാൻ കാണുന്നത് ജഡത്തിലിരുന്നല്ല കാണുന്നത്. യോഹന്നാൻ ഓൾറെഡി ട്രാൻസിലാണ്. യോഹന്നാന്റെ ആത്മാവാണ് ദൈവത്തിന്റെ തേജസ് കാണുന്നത്. അല്ല, ജഡത്തിൽ കണ്ടു കഴിഞ്ഞാൽ എന്നിട്ട് പുള്ളി അതേ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോഴാണ് ഞാൻ മരിച്ചവനെ പോലെ ആയി എന്ന് പറയണേ എന്ന് അപ്പൊ പുള്ളിക്ക് അറിയാം. കാരണം ഈ ട്രാൻസ്ഫോമിലേക്ക് പോയിട്ടുള്ളവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ കണ്ടിട്ടില്ലാത്ത അവാച്യമായ കാര്യങ്ങൾ. നമ്മൾ പോൾ ഒരു സ്ഥലത്ത് കിടക്കുമ്പോൾ പോളിന്റെ ആത്മാവ് 3ാം സ്വർഗത്തിലേക്ക് പോയിട്ട് പറയാണ്, എങ്ങനെയാണ് പോയത് എനിക്കറിയില്ല, ജഡം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് അറിയില്ല എന്ന് പറയുന്നത്. അപ്പൊ എന്ന് പറയുന്നത് അത് ദൈവം ഒരു വലിയ ദൈവത്തെ, യേശുക്രിസ്തുവിന്റെ മഹത്വം വരാനിരിക്കുന്ന സഭകൾക്ക് വെളിപ്പെടുത്താനും ആ ദൈവം എല്ലാം സൃഷ്ടിച്ച അതേ ദൈവം തന്നെയാണ് ഇനിയും സൃഷ്ടികളെ വീണ്ടെടുക്കാൻ വരുന്നതെന്നും അറിയിക്കേണ്ടതിന് വേണ്ടി മനുഷ്യനെ സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത കാര്യങ്ങളെ കാണിച്ച് നമുക്കൊരു ഭാഗ്യകരമായ പ്രത്യാശ തരാൻ വേണ്ടി യോഹന്നാനെ കൊണ്ട് ആ ട്രാൻസിൽ ഇരുന്ന് എഴുതിച്ചതാ. അതുകൊണ്ടാണ് ആത്മാവിൽ മാത്രമേ ദൈവത്തിന്റെ കാര്യങ്ങളെ ഗ്രഹിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ തൃത്തക്കാർക്കൊന്നും ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയാത്ത. കാരണം ഇത് ആത്മാവിന്റെ പ്രോസസ്സാണ്. ദൈവത്തിന്റെ ആത്മാവില്ലാത്ത ഒരുവനും വചനം ഗ്രഹിക്കാൻ കഴിയില്ല. ലിറ്ററൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർക്ക് കിട്ടുള്ളൂ. അതിന്റെ സ്പിരിച്വൽ ആയിട്ടുള്ള കോർ ആയിട്ടുള്ള കണ്ടന്റ് അവർക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും നമ്മളെ സംബന്ധിച്ച് ഇടർച്ചയാ. കാരണം ഇസ്രായേൽക്കാർക്ക് യേശുക്രിസ്തു എന്ന് പറയുന്നത് ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആയിരുന്നെങ്കിൽ ഇന്ന് യേശുക്രിസ്തു എവിടെയുള്ളത്? ഇന്ന് യേശുക്രിസ്തു ആ യഥാർത്ഥ ക്രിസ്ത്യാനിന്റെ ഉള്ളിലാ. അവരെപ്പോഴും അവരുടെ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആയിരിക്കും. അവർക്ക് ഇടർച്ചക്കല്ലും തടങ്കൽപ്പാറയായിരിക്കും. നമുക്ക് അതിനെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടൊരു കാര്യമില്ല. വി ആർ സ്റ്റംബ്ലിംഗ് ബ്ലോക്സ് ഫോർ ദം, ഫോർ എവറി എന്താ പറയുക ബ്രാൻഡ് ക്രിസ്ത്യൻസിന് നമ്മൾ അങ്ങനെയുള്ള ആളുകളാണ്. അതാണ് വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഇത് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല ഒരാൾക്കും. ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇത് ദുരുപദേശമാണെന്ന് പറയും. സത്യത്തിൽ ഇതെന്നും ഇങ്ങനെയാണ്. ഇതൊരു ദുരുപദേശം എന്ന് എല്ലാവർക്കും, കാരണം മെജോറിറ്റിക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ഇന്റലിജൻസ് വെച്ചിട്ട് ഒരിക്കലും ദൈവത്തെ അറിയാൻ കഴിയില്ല. അവിടെയാണ് ഇസ്രായേൽ ഫെയിലായി പോയത്. ഇന്ന് എല്ലാ ചർച്ചസും ഫെയിലായത് അവിടെയാണ്. അപ്പൊ എനിവേ നമുക്ക് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എടുത്തത് തന്നെ നമുക്ക് തന്നെ കുറെ കാര്യങ്ങള് കുറെ ഉയരങ്ങളിലേക്ക് വളരാനായിട്ടുള്ള ഒരു വലിയ ഇത് കിട്ടി, ഒരു ഓപ്പണിംഗ് കിട്ടി നമുക്ക്. കാരണം നമ്മളിങ്ങനെ ചിന്തിക്കാം. ഈ വേഴ്സസ് സാധാരണ ഇങ്ങനെ പാരലലായിട്ട് വെച്ചിട്ട് ആരും നോക്കാറില്ല. അതുകൊണ്ട് ഇത് നമ്മളൊരു നല്ല പ്രോസസ്സാണ്. അറ്റ്ലീസ്റ്റ് ഇനി ക്രിസ്തുവക്കാർക്കെങ്കിലും ഇത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. എങ്ങനെയാണ് ഇത് ജീസസ് ഗോഡ് അല്ലെന്നുള്ള കാര്യം അവർ സ്ഥാപിക്കാൻ നോക്കുന്നത്. അവരുടെ ബൈബിളിനകത്തുള്ള ഇത് കാരണമാണ് അവരുടെ വിശ്വാസികൾ, യഹോവ സാക്ഷികളുടെ വിശ്വാസികളും ഇതിനെ ഫോളോ ചെയ്ത് പോകുന്നത്. എന്താന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ വേറെ ബൈബിൾ വായിക്കുന്ന പോലും ഇല്ലായിരിക്കും, അവർക്ക് അറിയത്ത് പോലും ഇല്ലായിരിക്കും അങ്ങനത്തെ ഒരു വചനം ഇല്ല. ഇങ്ങനെ അവർ കൺട്രോൾ ചെയ്യുന്നത്. അബ്രഹാം കുട്ടി ഏതാണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ 2 വാക്യങ്ങൾ ഒന്ന് കൂട്ടിയാൻ പോവാണ്. സക്കറിയ 11:12-13. And I said unto them, if you think good, give me my price, and if not, forbear. So they weighed for my price 30 pieces of silver. യഹോവയെ കുറിച്ചാണ് സക്കറിയ ഇവിടെ പറയുന്നത്. ആൻഡ് 13 പറയുന്നത്, and the Lord said unto me, യഹോവ എന്നോട് പറഞ്ഞു,
cast it unto the potter a goodly price, that I was a price of them, and I took the 30 pieces of silver and cast them to the potter in the house of the Lord. അവിടെ യഹോവയ്ക്കുള്ള പ്രൈസ് ആണ് 30 പീസസ്. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത് 30 പീസസ് മേടിച്ച യൂദ. മാത്രവുമല്ല, അവർ കുത്തിയെങ്കിലേക്ക് നോക്കും. അത് സക്കറിയ പറയാണ്, യഹോവ ആരെങ്കിലും കുത്തിയോ? ഉൽപ്പത്തി മുതൽ മലാക്കി വരെ ആരെങ്കിലും യഹോവയെ കുത്തിയോ? യഹോവയെ കുത്താൻ പറ്റുമോ? സൈമൺ പറഞ്ഞ പോലെ ദൈവത്തെ ആർക്കും കാണാൻ പറ്റുകയില്ല. അത്രയും മില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് ലൈറ്റിൽ വസിക്കുന്ന ആ ദൈവത്തെ കാണാത്ത ആ യഹോവ ആ ദൈവത്തെ ആരെങ്കിലും കുത്തിയോ? അപ്പോൾ കുത്തിയത് ആരെയാണ്? യേശു ക്രിസ്തുവിനെ. അത് പഴയ നിയമത്തിലെ യഹോവയായ ദൈവം തന്നെയാണെന്ന് വളരെ കൃത്യമായി പറയുമ്പോൾ എനിക്ക് ഈ ലൈവ് ശ്രവിക്കുന്ന തൃത്വക്കാരോട് പറയാനുള്ള, പെന്തക്കോസ്ത് തൃത്വക്കാരെ, നിങ്ങൾ ഒരിക്കലും യേശുനാമക്കാരെ യഹോവ സാക്ഷികളുടെ മുഖത്തിന്റെ അടിയിൽ വെച്ച് കെട്ടി ഞങ്ങളും അവരെ പോലെയാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഇനി ഒരിക്കലും സംസാരിക്കരുത് എന്ന് വളരെ വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. JW-ക്കാരെ, യഹോവ സാക്ഷികളെ, നിങ്ങൾ യഹോവയുടെ സാക്ഷികളാണെങ്കിൽ ബൈബിൾ പ്രകാരം നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവല്ല. എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തു എന്താ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ എന്റെ സാക്ഷികളാകണം. അപ്പോൾ തീർച്ചയായിട്ടും 21-ാം നൂറ്റാണ്ടിൽ JCNDSD എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിൽ കൂടെ ഞങ്ങൾ നിങ്ങളോട് ഘോഷിക്കുന്ന സുവിശേഷമാണ് ഉൽപ്പത്തി മുതൽ മലാക്കി വരെ കാണുന്ന യഹോവയായ ദൈവം തന്നെ ദൃഢത്തിൽ വെളിപ്പെട്ടാണ് യേശു ക്രിസ്തു ഒരു ദൈവം. ആ യേശു ക്രിസ്തുവിൽ മാത്രമേ രക്ഷയുള്ളൂ. neither is a salvation in any other, for there is none other name under heaven given among men whereby we might be saved. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ക്രിസ്ത്യാനികളെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനം തിരിഞ്ഞ് 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലനായ പീറ്റർ പ്രസംഗിച്ചു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. 3000 പേര് അവന്റെ വാക്ക് കേട്ടവർ കൈക്കൊണ്ടു. അവര് അപ്പോസ്തലന്മാരുടെ വാക്ക് കേട്ടു, അപ്പം തുറക്കി പ്രാർത്ഥന കഴിച്ചു വന്ന അവരെ ദൈവത്തിന്റെ സഭയോട് ചേർത്തെങ്കിൽ നിങ്ങൾ ദൈവസഭയിലാണോ? അല്ല. കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെ ആയിരിക്കുന്ന ആരെങ്കിലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള സ്നാനം എത്തിക്കുന്നെങ്കിൽ നിങ്ങളുടെ പാപം മോചിച്ചിട്ടില്ല. പാപം മോചിക്കാനുള്ള ഒരു ഒറ്റ നാമം, അത് യേശുക്രിസ്തുവിന്റെ നാമമാണെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ആ രക്ഷകനെ നിങ്ങൾ സ്വീകരിക്കുക. ഓക്കെ, താങ്ക് യു പാസ്റ്റർ. അപ്പോൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഇന്ന് വചനങ്ങളെ സംസാരിച്ചു. ഇന്ന് നമ്മൾ കണ്ട വചനങ്ങളെല്ലാം വളരെ കാതലായിട്ടുള്ള വചനങ്ങളായിരുന്നു. അതുവരെ അവർ വളരെ ക്ലെവറായിട്ട് അതിനെ വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നു. ഒന്നുമില്ലെങ്കിലും അവര് അതിനെ വ്യത്യാസപ്പെടുത്തിയെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് നമുക്ക് ഒന്ന് ആലോചിച്ച് സമാധാനിക്കാം. പക്ഷെ ഞങ്ങൾക്ക് വിഷമമുള്ളത് പല തൃത്വക്കാരും നല്ലൊരു ബൈബിള് വീട്ടിൽ വെച്ചിട്ട് അതിനെ ശരിക്കും വായിക്കാതെ അവരുടെ പല ഉപദേശകന്മാരും പറഞ്ഞു തരുന്ന ആ ഉപദേശം മാത്രം കേട്ടുകൊണ്ട് അവരും ഇത് തന്നെയാണ് വിശ്വസിച്ചുകൊണ്ട് നടക്കുന്നതാണ് എന്നാണ് ഏറ്റവും വലിയ വിഷമം വരുത്തുന്ന ഒരു കാര്യം. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ബൈബിള് തന്നെ നിങ്ങൾ എടുത്ത് വായിച്ചാലും അതിനകത്തുള്ള പ്രവാചകന്മാരുടെ ഭാഗവും അതിന്റെ നിവർത്തി ഭാഗങ്ങളും പുതിയ നിയമത്തിൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാട് കിട്ടിയാൽ അറിയാൻ പറ്റും, യഹോവയല്ലാതെ വേറെ ഒരു ദൈവമില്ല. യേശു ക്രിസ്തു ആ ഒരേ ദൈവത്തിന്റെ വെളിപ്പാടാണ്. അത് പുതിയ നിയമത്തിലായാലും പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിൽ പുതിയൊരു നാമം, അതായത് രക്ഷയുടെ നാമത്തിന്റെ വെളിപ്പാട് കൂടെ ആ ഒരു യേശു എന്ന മകനിൽ കൂടെ, പുത്രനിൽ കൂടെ, അതായത് ദൈവത്തിന്റെ ആത്മാവാൽ ജനിച്ചവൻ എന്നാണെന്നുള്ളൂ ദൈവത്തിന്റെ പുത്രനാകുവാൻ ഉള്ള പദവി ലഭിക്കണം എങ്കിൽ ഉള്ള കാര്യം. അത് അങ്ങനെ ആത്മാവാൽ ജനിച്ച ദൈവപുത്രൻ, ആ ദൈവപുത്രനിൽ കൂടെ ദൈവം തൻ്റെ നാമത്തെ വെളിപ്പെടുത്തുകയും രക്ഷയെ വെളിപ്പെടുത്തുകയും ചെയ്തതാണ് യേശു ക്രിസ്തു. ഇതാണ് സുവിശേഷം. എല്ലാവരും കർത്താവ് ഈ ലൈവിലേക്ക് ജോയിൻ ചെയ്തവരും ഇനി ഇതിനെ കാണാൻ പോകുന്നവരെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ദൈവം ഈ വചനങ്ങളാൽ എല്ലാം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ലൈവിനെ ഇവിടെ നിർത്തുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.